ഓക്കെ. നമ്മൾ ഇന്ന് അപ്പൊ നിങ്ങൾ ഇന്ന് മാക്സിമം എന്തെങ്കിലും ജനറലൊക്കെ ചോദിച്ചോളൂ. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഞാൻ അതിന്റെ കറക്റ്റ് കേസുകൾ പറയും. ഓക്കെ. നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് SEO ആണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. SEO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. SEO എന്ന് പറഞ്ഞാൽ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ബേസിക്കലി നിങ്ങൾ ആദ്യം കാണുന്നത് സ്പോൺസേഡ് ആണ്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി ഇവിടെ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തു. ചിലപ്പോൾ ചില സമയത്താണ് ഇവിടെ ആഡ് കാണിക്കുന്നത്. മിക്ക സമയത്ത് ആഡ് കാണിക്കുന്നതാണ്, ചില കാണിക്കുന്നില്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് ഒരു ബേസിക് പറയുന്നതാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ, നിങ്ങളിപ്പോൾ ഒരു സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് സ്പോൺസേഡ് എന്ന് പറയാം. ഇതിനെയാണ് സ്പോൺസേഡ് എന്ന് പറയാം. കണ്ടു, ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് സ്പോൺസേഡ്. ഇത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പില് 4 മാക്സിമം ഉണ്ടാവും. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, മാക്സിമം 4 കാണിക്കും. ഇതിവിടെ ഒരെണ്ണമാണ് കാണിക്കുക. ചില സമയത്ത് 2 കാണിക്കും, ചില സമയത്ത് 3 കാണിക്കും, ചില സമയത്ത് 4 കാണിക്കും. ഏറ്റവും ടോപ്പിൽ മാക്സിമം 4 കാണിക്കുക. ചിലപ്പോൾ ഒന്നും കാണിക്കില്ല. ഇഫ് ഇറ്റ് ഈസ് സ്പോൺസേഡ്, അത് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും, സ്പോൺസേഡ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫുട്ടറിലും സ്പോൺസേഡ് വരാം. ഫുട്ടറിൽ മാക്സിമം 3 ആയിരിക്കും വരാം. ചിലപ്പോൾ 2, ചിലപ്പോൾ 1, ചിലപ്പോൾ ഒന്നും വരില്ല. അപ്പൊ ഈ സ്പോൺസേഡ് PPCനെ കുറിച്ചിട്ട് നമ്മൾ നാളത്തെ സെഷൻ അതാണ്. ഓക്കെ, നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഈ ഭാഗത്തെ കുറിച്ചിട്ടാണ്. ഇതാണ് SEO എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഗൂഗിളിന് പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ടത്, വെരി എക്സ്പെൻസീവ് ആണ് ആ സാധനം. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ഗൂഗിൾ നമുക്ക് തരുന്ന ട്രാഫിക്കാണ്. അതാണ് ഓർഗാനിക് ട്രാഫിക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഭാഗത്തിനെ കുറിച്ചിട്ടാണ് കണ്ടത്. ഇവിടെ നിന്ന് സ്പോൺസേഡ് എന്ന് എഴുതിയിട്ടില്ല. ഇതൊക്കെയാണ് SEO എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മുടെ ഒരു ക്ലയന്റ് ആണ്. SEM ഹബ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്ലയന്റിന്റെ ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, ഞാൻ അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കാണിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ തോട്ടുകളും നിങ്ങളുടെ സ്ട്രാറ്റജീസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതിനെ കുറിച്ചിട്ടായിരിക്കണം ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അത് പറഞ്ഞത്. ഒരു സെക്കൻഡ്. ഓക്കെ, ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ വരാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SEO ആണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈറ്റ് ടോപ്പിൽ കൊണ്ടുവരാം. അതായത് സ്പോൺസേഡിന്റെ താഴെ ടോപ്പിൽ കൊണ്ടുവരുന്നതിനാണ് SEO എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുറച്ച് ഗൂഗിളിന്റെ അൽഗോരിതങ്ങൾ ഉണ്ട്, കുറച്ച് ഗൂഗിളിന്റെ റൂൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആരൊക്കെയാണോ കീപ്പ് ചെയ്യുന്ന അവരുടെ വെബ്സൈറ്റ് ആണ് ബേസിക്കലി ടോപ്പിൽ വരാം. അതിനെ കുറിച്ച് കുറച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതാണ് SEO എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അതായത് കണ്ടോ, SEO ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഒപ്റ്റിമൈസിങ് എ വെബ്സൈറ്റ് ടു റാങ്ക് ഹയർ ഇൻ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്, SERP. നിങ്ങൾ ചില ടേമുകളൊക്കെ എഴുതി വെക്കുക. കാരണം നിങ്ങൾ ആരെങ്കിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴോ, ഏതെങ്കിലും ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴോ, ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴോ, ഏതെങ്കിലും ആർട്ടിക്കിൾ വായിക്കുമ്പോഴോ നിങ്ങൾക്ക് അവർ പറയുന്ന ടേമുകൾ കണക്ട് ചെയ്യാൻ അറിയണം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവർ ഇതിനെ മിസ്യൂസിലേക്ക് പോവുക. അപ്പൊ നിങ്ങളായാലും കുറച്ച് ടെക്നിക്കലി സംസാരിക്കണം. നിങ്ങൾ ടെക്നിക്കലി സൗണ്ട് ഉണ്ടാവണം. അപ്പൊ ആ രീതിയിൽ സംസാരിക്കാനാണ് ഞാൻ പറഞ്ഞത്. SERP എന്ന് പറഞ്ഞ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ കീവേഡ് റിസർച്ച്, കോണ്ടന്റ്, പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് ഗൂഗിൾ നമ്മുടെ സൈറ്റിനെ ടോപ്പിൽ കൊണ്ടുവരുന്നത്. അതിനെയാണ് SEO എന്ന് പറയുന്നത്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. SEO എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മുടെ
പ്രൊഡക്റ്റോ സർവീസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ ഷുഹൈബ് സാറിന്റെ കോഴ്സ് ഇപ്പൊ BBA എന്നാണെങ്കിൽ BBA കോഴ്സസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് BBA ഇൻ ദുബായ് എന്നൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ സൈറ്റ് ടോപ്പിൽ വരണം. അതാണ് നമ്മുടെ പ്രൊഡക്റ്റും സർവീസുമായി ബന്ധപ്പെട്ട ടേമുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിലേക്ക് വരുന്നതാണ്, ആ സൈറ്റ് ടോപ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് SEO എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിലേക്ക് ഡീപ്പിലേക്ക് വരുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് കാണിച്ചെന്താണ് ഞാൻ SEO എന്ന് പറയുന്നത്. ഇതൊക്കെ SEO ഉണ്ട്, ജസ്റ്റ് ഡയൽ, ജിംസ് എല്ലാം SEOന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഞാൻ നമ്മുടെ ക്ലയന്റിന്റെ അതിന് മാത്രം ഇങ്ങനെ കാണിച്ചിട്ടതാണ് കേട്ടോ. ഇനി നമുക്കറിയാം പലതരത്തിലുള്ള സെർച്ച് എഞ്ചിൻസ് ഉണ്ട് അല്ലെ. അതിലുള്ള ആസ്ക് ഉണ്ട്, yahoo.com ഉണ്ട്, അല്ലെങ്കിൽ ബെയ്ഡ് ഉണ്ട്, ബിങ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്. ഗൂഗിൾ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് കണ്ടോ. 90% ഗൂഗിൾസ് ലീഡിംഗ് മാർക്കറ്റ് ഷെയർ റിലേറ്റീവ്ലി അൺചേഞ്ച്ഡ്. അതായത് ഗൂഗിൾ എന്ന് പറയുന്ന സത്യത്തിൽ ഒരു മൊണോപ്പൊളി തന്നെയാണ്. ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു മൊണോപ്പൊളി തന്നെയാണ്. ചില നമ്മുടെ ഇന്ത്യയിലേക്ക് 95% എബോവ് ആണ് ഗൂഗിളിന്റെ ഒരു റാങ്ക് ഷെയർ എന്ന് പറയുന്നത്. ചില രാജ്യത്ത് അതിൽ കൂടുതലാണ്. അപ്പൊ ഗൂഗിൾ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഗൂഗിൾ ഡോമിനേറ്റ് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒരു ഗൂഗിളിന്റെ, നമ്മുടെ ഡൽഹിയിലെ ഗൂഗിളിന്റെ ഓഫീസിൽ ഇഷ്ടംപോലെ പോയിക്കുന്നതാണ്. ഒരു പ്രാവശ്യം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് വളരെ മോശമായിട്ട് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞതെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തായിരുന്നു. എന്തുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞു വെച്ചാല്, അവർക്കറിയാം അവരാണ് നമ്പർ 1, അവരാണ് ലീഡിങ്, അവർക്ക് കോമ്പറ്റീറ്റർ ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരു 2 ആഴ്ച അവരായിട്ട് ചെയ്യാണ്ടിരുന്നു, വീണ്ടും അവരായിട്ട് ചെയ്യേണ്ടി വന്നു. കാരണം നമുക്ക് ക്വാളിറ്റി എൻക്വയറി വേണോ, ഗൂഗിളേ പറ്റൂ. നമ്മൾ പല കാര്യങ്ങളും മാർക്കറ്റിൽ വരുന്നുണ്ട്, ഇതെല്ലാം ടെമ്പററി ആണ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. ഈ 20 വർഷവും കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് എൻക്വയറി തന്നിരിക്കുന്നത് ഗൂഗിളാണ്. വേറെ പലവരും വരും, ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ടെമ്പററി സാധനങ്ങളാണ്, ഇതൊന്നും കൺസിസ്റ്റൻസി ഇല്ല. എല്ലാവരും അതിന്റെ പുറകെ ഒരുപാട് റീലുകൾ ഉണ്ടാക്കുന്നു, പിടിക്കുന്നു. പക്ഷെ റൈറ്റ് ചാനലിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയില്ല. ഇപ്പോഴും റൈറ്റ് ചാനൽ ആൾക്കാർ അറിയില്ല. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. എല്ലാവരും ഇൻഫ്ലുവൻസർ ആയിട്ട് ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. എല്ലാവരും റീലുകൾ ഉണ്ടാക്കുന്നു, ഞാൻ റീലുകൾ. ചില കമ്പനിക്കാർ റീലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റീലുകളല്ല ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. റീലുകൾ നല്ലതാണ്, അത് ആ ഒരു ഗെയിം അറിയണം, അതിന്റെ ഒരു മിക്സിംഗ് ഉണ്ട്. ആ മിക്സിംഗ് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. കാരണം അവിടെ കുറച്ച് ഇവിടെ കുറച്ചിട്ട് എല്ലാം കൂടി കണക്ട് ചെയ്യാനുള്ള സ്കില്ല് വേണം. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അതിന്റെ ഒരു മിക്സിംഗ് ഉണ്ട്. അതാണ് എക്സ്പെർട്ടൈൽസ് എന്നാണ് ആ മിക്സിംഗ് കിട്ടുക. ഓക്കെ, അപ്പൊ ഈ എൻ്റെ അനുഭവത്തിൽ 20 വർഷവും എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എൻക്വയറി, ക്ലിക്കുകൾ, വിസിറ്റർ തന്നത് ഗൂഗിളാണ്. വേറെ ആരും തന്നിട്ടില്ല. അപ്പൊ ഞാൻ ഗൂഗിൾ ഗൂഗിൾ ഇപ്പോ ലോഞ്ച് ചെയ്ത് ഏകദേശം 25 വർഷം കണ്ടായി. ആദ്യം നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ എന്നാണ് അറിയപ്പെടുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്. പണ്ട് അങ്ങനെയല്ല, പണ്ട് SEO എക്സിക്യൂട്ടീവ് എന്നാണ്. അതായത് ഗൂഗിൾ വന്നതിന് ശേഷമാണ് ഫേസ്ബുക്ക് മറ്റ് കമ്പനികളൊക്കെ വന്നത്, സോഷ്യൽ മീഡിയ ഒക്കെ വന്നത്. അപ്പൊ പണ്ട് SEO ആയിരുന്നു, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിന് കൊണ്ടുവരാം. അപ്പൊ SEO എക്സിക്യൂട്ടീവ്, SEO മാനേജർ എന്നായിരുന്നു ആ ഡെസിഗ്നേഷൻ തന്നെ. ഞാൻ അങ്ങനെ SEO എക്സിക്യൂട്ടീവ് ആയിട്ട് ജോബ് വരെ ചെയ്തേക്കുന്നത്. പിന്നീടാണ് ഡിജിറ്റൽ മാർക്കറ്റർ ആയിട്ട് വന്നത്. അപ്പൊ 20 വർഷവും എനിക്ക് കൺസിസ്റ്റന്റ്ലി എൻക്വയറി തന്നിരിക്കുന്നതും അല്ലെങ്കിൽ കൺവേർഷൻ തന്നിരിക്കുന്ന ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. ബാക്കി പലരും കുറച്ചാൾ തരും, കുറച്ചാൾ നല്ല തരും, പിന്നെ പോകും. അതുപോലെയാണ് ഇപ്പൊ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന്റെ പുറകെയാണ് എല്ലാവരും. അത് തന്നെ സ്പാം ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവരിബഡി 1000 ഫോളോവർ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. റീലുകൾ ഉണ്ടാക്കി ആൾക്കാർ റീൽ ഉണ്ടാക്കി നിറഞ്ഞേക്കാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വലിയൊരു കേസ് സ്റ്റഡി നിങ്ങളുടെ അടുത്ത് പറയാം. ഈവൻ SEO ഹബിന്റെ തന്നെ വലിയൊരു കേസ് സ്റ്റഡി ഞാൻ പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് റീലുകളുടെ ഇമ്പാക്ട് ഒക്കെ ഞാനത് പറയാം, എങ്ങനത്തെ റീലുകളാണ് വേണ്ടതെന്നുള്ളതും എന്താണ് അതിൻ്റെ ഉള്ള ഒരു ഗെയിം എന്നുള്ള ഞാൻ ആ ടോപ്പിക് എടുക്കുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഗൂഗിളിനെ വീണ്ടും വീണ്ടും പറയാൻ കാര്യം, ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഗൂഗിൾ പല സെർച്ച് എഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്, ഗൂഗിളിന്റെ ഒരു ഷെയർ ഒക്കെ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാവുന്ന ഒരു കാര്യമാണ്.
എന്നാലും ഞാൻ എല്ലാവർക്കും അറിയാം ഇതൊന്നും ഒരു പുതിയ ടോപ്പിക് കോൺസെപ്റ്റ് അല്ല. ഗൂഗിളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഫുള്ളി ഇന്ററാക്റ്റീവ് കാണിച്ചിട്ടുള്ളത് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചാറ്റിൽ മെസ്സേജ് ഇട്ടാലും അത് ഞാൻ റിപ്ലൈ ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് തരാം. ഞാൻ ഗൂഗിളിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാ, യൂട്യൂബ് ഉപയോഗിക്കുന്നവരാ, അല്ലെങ്കിൽ പലതരത്തിലുള്ള പരിപാടി ചെയ്യുന്നവരാ. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വെൻ യു ആർ ഫ്രീ നിങ്ങൾ എന്ത് ചെയ്യണു? യു ജസ്റ്റ് സ്ക്രോൾ ഇറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അപ്ഡേറ്റ് ഒക്കെ കാണുന്നു. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് ടൈം പാസിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. എല്ലാവരും ഇൻക്ലൂഡിങ് മൈസെൽഫ്. അവിടെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എൻക്വയറി നടത്താം. പക്ഷെ യു ആർ നോട്ട് സീരിയസ് ദാറ്റ് മച്ച്. ഓക്കെ. പക്ഷെ ഗൂഗിൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ വെരി സീരിയസ് ആണ്. നിങ്ങൾക്കൊരു സാധനം വാങ്ങണം, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് ഇൻഫോർമേഷൻ അറിയണം, ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണം, നിങ്ങൾ വെരി സീരിയസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് പ്രിപ്പയർഡ് ആണ്. ഓക്കെ, ഐ വാണ്ട് ടു എൻറോൾ ഫോർ ദിസ് പർട്ടിക്കുലർ കോഴ്സ്, ഐ വാണ്ട് ടു നോ മോർ ഇൻഫോ അബൌട്ട് ദിസ് പർട്ടിക്കുലർ കോഴ്സ്. അതുകൊണ്ടാണ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഗൂഗിളിന്റെ സെർച്ചിൽ ചെറിയൊരു ഇമ്പാക്ട് വന്നിട്ടുണ്ട് ചാറ്റ് GPT കാരണം. ചാറ്റ് GPT വന്നപ്പോൾ ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചില സാധനങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നതിന് പകരം ചാറ്റ് GPTയിൽ സെർച്ച് ചെയ്യാണ്, അപ്പൊ തന്നെ കിട്ടാണ്. അതുകൊണ്ടാണ് ഗൂഗിൾ എന്ത് ചെയ്തു, ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അവർ റീസെന്റിൽ ഇറക്കിയത്. റീസെന്റിലല്ല, ചാറ്റ് GPTയുടെ ഒപ്പം തന്നെ അവർ ഇറക്കിയത്. അതാണ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തുടക്കം തന്നെ അത് കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, അവിടെ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ അർത്ഥം നിങ്ങൾ വെരി വെരി സീരിയസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഗൂഗിളിൽ നിന്നും വരുന്ന എൻക്വയറിയുടെ ക്വാളിറ്റി ഭയങ്കര ഹൈ ആണ്. ക്ലിയർ ആയി? അതുകൊണ്ടാണ് ഗൂഗിളിൽ നിന്ന് വരുന്നതിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഗുഡ് ആണ്, കൺവേർഷൻ റേറ്റ് ഗുഡ് ആണ്, ഗൂഗിളിന്റെ ഡേറ്റയുടെ ക്വാളിറ്റി ഹൈ ആണ്, ഹൈ ആണ്, ഹൈ ആണെന്ന് പറയുന്നത്. ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്ന അക്കാഡമിക് കൗൺസിലേഴ്സ് പറഞ്ഞു തുടങ്ങി ഞങ്ങൾക്ക് ഗൂഗിളിൽ നിന്നുള്ള ഡേറ്റ മതി എന്ന് വരെ പറഞ്ഞു തുടങ്ങി. കാരണം അക്കാഡമിക് കൗൺസിലർ അത്ര എഡ്യൂക്കേറ്റഡ് ആയി തുടങ്ങി. ഓക്കെ. വേറെ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമായിരുന്നു ഒരു ബ്ലൂഷെൽ എന്ന് പറഞ്ഞിട്ട് ഒരു സൈബർ സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ ഞങ്ങൾ ഒരു അക്കാഡമിക് കൗൺസിലർ എടുത്തു, 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള എടുത്തു. ഇന്റർവ്യൂവിൽ ആളെന്നിട്ട് പറഞ്ഞറിയാമോ, ഞാൻ ഗൂഗിളിന്റെ ഡേറ്റ തന്നാൽ മാത്രമാണ് എനിക്ക് നല്ല കൺവേർഷൻ തരാൻ പറ്റുള്ളൂ എന്ന് ആ കുട്ടി പറഞ്ഞു. ആ ട്രാൻസിഷൻ നോക്കാം അക്കാഡമിക് കൗൺസിലർമാര്. ഇനിയിപ്പോ നമ്മൾ ഇവർക്ക് ഡേറ്റ കൊടുക്കും, അവർ ചിലപ്പോൾ ചോദിക്കേണ്ടത് സോഷ്യൽ മീഡിയ ആണോ ഗൂഗിളിന്റെ ആണോ? ഗൂഗിളിന്റെ ആണെങ്കിൽ അവർക്ക് അതിന് ക്വാളിറ്റി ഉണ്ടെന്നുള്ള കോൺസെപ്റ്റിലേക്ക് അവർക്ക് അറിയാതെ, അവരും എഡ്യൂക്കേറ്റഡ് ആയി എന്നാണ് അർത്ഥം. ഇതെന്റെ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഗൂഗിളിൽ നിന്ന് വരുന്ന ഡേറ്റയുടെ ക്വാളിറ്റി വെരി വെരി ഗുഡ് ആണ്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് SEO. അപ്പൊ നിങ്ങൾ SEOയിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് കൃത്യമാണോ ഉള്ളതെന്നുള്ളത് ഞാൻ അടുത്ത ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ഏജൻസി ആയിട്ട് ചെയ്യണം, എത്ര രൂപ സ്പെൻഡ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അതിന്റെ റിസൾട്ട് വർക്കുകൾ നമ്മൾ മെഷർ ചെയ്യുക, എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ ROI എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതിലെന്തൊക്കെയാണ് ഫ്രോഡ് പരിപാടികളുള്ളത്, ഇതെല്ലാം നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യും. നിങ്ങൾക്ക് ഇത് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടും കേട്ടോ. എങ്ങനെയൊക്കെ മൂവ് ചെയ്യണം, എന്താണ് ഇതിന്റെ ഗെയിം എന്നുള്ളത്. ഞാൻ ഈ ഗൂഗിളിന്റെ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ലീഡ്സ്, അത് കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഗൂഗിളിൽ നിന്ന് വരുന്നതിന്റെ ഡേറ്റയുടെ ക്വാളിറ്റി ഹൈ ആവാനുള്ള റീസൺ സിമ്പിൾ ആണ്. ഇതൊന്നും അത്ര പുതിയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ള, അറിയാത്തവർക്ക് അറിഞ്ഞോട്ടെ, അറിയുന്നവർക്ക് ഒന്നും കൂടി അവരുടെ ഇൻഫോർമേഷൻ പക്ക ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാണ്. ഇനി ഇത് കണ്ട, ഇത് വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതല്ല ശരിക്കും, ഇതിനേക്കാളും കൂടുതലാണ് ഇതിന്റെ റേഷ്യോ. അതായത് leads from SEO have a 14% close rate. സോഷ്യൽ മീഡിയയിൽ നിന്നും 100 എൻക്വയറി വന്നാൽ 3-4 കൺവേർഷൻ ഉണ്ടാവുള്ളൂ. ചിലത് നല്ല രീതിയിൽ ഉണ്ടാവണുണ്ട്, ഞാൻ ഇല്ലാന്നൊന്നും പറയണില്ല. ആവറേജ് ആണ് ഞാൻ പറയുന്നത്.
അതിനേക്കാളും 3 ടൈംസ് 15%, 65 ടൈംസ് ആണ് കൺവേർഷൻ റേറ്റ് ഹൈ ആണ്. എന്നിട്ടും ആൾക്കാർ ഇവിടെ ചെയ്യുന്നില്ല. എനിക്കത് മനസ്സിലാവണില്ല. എൻ്റെ എല്ലാ ക്ലയന്റുകളും 99% ഗൂഗിളിലാണ് ബഡ്ജറ്റ് ഇടുന്നത്. ബാക്കിയുള്ളവർ റീൽസ് ആണ്, വീഡിയോസ് വീഡിയോസ് ആണ്. ചിലവരൊക്കെ സോഷ്യൽ മീഡിയ ചെയ്യാൻ വേണ്ടിയിട്ട് ബാനറൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ വെച്ചൊക്കെയാണ്. അട്ടർ നോൺസെൻസ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കഴിയാണല്ലോ, ഏത് ഇവന്റിനും അവർ ബാനർ ഉണ്ടാക്കണം. ക്രിസ്മസ്, ന്യൂ ഇയർ, ദീപാവലി, റംസാൻ തൊട്ട് എല്ലാത്തിനും അവർ ഈ ഫോട്ടോസുകളും അതിനുവേണ്ടി ഒരാളെ വെച്ചൊക്കെയാണ്. ഒരു ഗുണമില്ലാത്ത പരിപാടിയാണ് അത്. ആൾക്കാർക്ക് അറിയുമെന്ന് അറിയില്ല, ഒരു ഗുണമില്ല ഈ കുറെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. നിങ്ങളുടെ ഒരു പേജ് ഫോളോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ അറിയാണ്ട് ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും റംസാന്റെയും വിഷുവിന്റെയും പോസ്റ്ററുകൾ കാണാനുള്ള ആൾക്കാർ അത് ഫോളോ ചെയ്യണേ. നിങ്ങൾ ബ്രില്യൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അതുമായി കണക്ട് ചെയ്തിട്ടുള്ള റീൽ ഉണ്ടാക്കാൻ പഠിക്കണം. അതായത് നിങ്ങളുടെ കോഴ്സും ആ ഇവന്റും അല്ലെങ്കിൽ ക്രിസ്മസ് ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ ആണെങ്കിൽ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് അത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് ഇഷ്ടപ്പെടലാണ്ട് വെറുതെ നിങ്ങൾ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ആ ഫണ്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എൻക്വയറി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ വർക്ക്ഷോപ്പിൽ പറഞ്ഞത്, നിങ്ങളെ ടാർഗറ്റ് ഒന്ന് ഉണ്ടായിരിക്കണം. നിങ്ങളെന്താ ബിസിനസ് മാൻ ആണ്, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണറാണ്. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ആരായിട്ടെങ്കിലും അസോസിയേറ്റ് ചെയ്യുമ്പോൾ പറയേണ്ടത്, എനിക്ക് വേണ്ടത് എൻക്വയറിയാണ്, എനിക്ക് വേണ്ടത് അഡ്മിഷൻ. ദാറ്റ്സ് ഇറ്റ്. ബാക്കി നിങ്ങൾ കുറെ റീല് കിട്ടി, വ്യൂസ് കിട്ടി. ഞാൻ എൻ്റെ എസ് എൻ ഹബിന്റെ ഒരു ക്ലയന്റ് ഉണ്ട്, എസ് എൻ ഹബിന്റെ ഉണ്ട്. കഴിഞ്ഞ 3 മാസം കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ കാണിച്ചു തരാം നിങ്ങൾക്ക്. 3 മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു 10 മില്യൺ, അതായത് 1 crore വ്യൂസ് വന്നു. അതിൽ നിന്ന് വന്നിരിക്കുന്ന അഡ്മിഷനും സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. അപ്പൊ SEO എന്ന് വരുന്ന ഡേറ്റയുടെ കൺവേർഷൻ റേറ്റ്, ചില ക്ലയന്റുകൾക്ക് SEO എന്ന് പറഞ്ഞ കൺവേർഷൻ 60% ഉണ്ട്, 70% ഉള്ളവരുണ്ട്. ക്ലിയർ? അതുപോലെ തന്നെയാണ് അടുത്തൊരു പ്രധാന ലോങ് ടെയിൽ കീവേഡ്സ്. ഷോർട്ടർ അതായത് ലോങ് ടെയിൽ കീവേഡ്സ്, അതായത് ഷോർട്ടർ കീവേഡ്സ് എന്ന് പറഞ്ഞൊരു അർത്ഥം. ഇപ്പൊ ലോജിസ്റ്റിക്സ് കോഴ്സസ് അതൊരു ഷോർട്ടർ കീവേഡാണ്. ലോജിസ്റ്റിക്സ് കോഴ്സസ്. ഇപ്പൊ നേരത്തെ ഷുഹൈബ് സാറിനെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോഴ്സുകളെ കുറിച്ചും പ്രൊഡക്റ്റുകളെ കുറിച്ചും എനിക്ക് നമ്മുടെ മറ്റേ ഗ്രൂപ്പിലൊന്നും ഇടണം കേട്ടോ. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്, നിങ്ങളുടെ കോഴ്സ് എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ എല്ലാം അത് കണക്ട് ചെയ്ത് സംസാരിക്കാൻ. ശരി, ഇപ്പൊ ഷുഹൈബ് സാറിന്റെ BBA ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ BBA കോഴ്സ് എന്ന് ഒരാള് ദുബായിൽ സെർച്ച് ചെയ്യുന്നു, അതാണ് ഷോർട്ട് ടേം. ഇനി ചിലവർ സെർച്ച് ചെയ്യാണ് BBA കോഴ്സസ് ഇൻ ദുബായ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് BBA കോഴ്സസ്, അതാണ് ലോങ് ടെയിൽ. ലോങ് ടെയിൽ കീവേഡ്സ് ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വാളിറ്റി വിസിറ്ററെ കൊണ്ടുവരൂ. ഞാൻ എൻ്റെ അടുത്തുണ്ട് ചില ക്ലയന്റുകൾ, അവര് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, ലോജിസ്റ്റിക്സ് കോഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ചിലർ പറയും ലോജിസ്റ്റിക്സ് അടിക്കുമ്പോൾ നമ്മുടെ സൈറ്റ് വരണം. അട്ടർ നോൺസെൻസ്. അതുകൊണ്ട് നിങ്ങളുടെ നേരത്തെ പഴയ പോയിന്റിലേക്ക് വരുന്നത്, നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് വിസിറ്ററെ കൊണ്ടുവരുന്നതായിരിക്കരുത്. ആ കീവേഡൊക്കെ റാങ്ക് ചെയ്ത വിസിറ്ററെ കിട്ടും. വിസിറ്റർ വന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് എൻക്വയറി കിട്ടണം. എൻക്വയറി കിട്ടി അത് കൺവേർട്ട് ആവണമെങ്കിൽ എൻക്വയറി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധമുള്ള സെർച്ചസുമായി കളിക്കാൻ പഠിക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചിൻ, ആളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലാണ്, ഇൻഫോ പാർക്കിലാണ്. ഒരാൾ ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചിൻ എന്ന് അടിച്ചാൽ അവന് കൊച്ചിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവനാണ്. ആ കീവേഡിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ ട്രിവാൻഡ്രം അടിക്കണം. ചിലപ്പോൾ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ അവൻ ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ വേണമെങ്കിൽ കൺവിൻസ് ചെയ്ത് ഇങ്ങടേക്ക് കൊണ്ടുവരാം. അതിന്റെ പോസിബിലിറ്റീസ് വളരെ ലോ ആണ്. പക്ഷെ ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചിൻ എന്ന് അടിക്കണവൻ അവൻ അവിടെ തന്നെ പഠിക്കാൻ താല്പര്യമുണ്ട്. അതാണ് ലോങ് ടെയിൽ. നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള കീവേഡുകൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ അതിലേക്ക് വരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ബ്രില്യൻസ്. ക്ലിയർ ആവുണ്ടല്ലോ? ഇതുവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പ്ലീസ്. ഒന്നുമില്ല?
നിങ്ങൾക്ക് ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ചാറ്റിൽ എന്തെങ്കിലും മറുപടി പറയൂ പ്ലീസ്. മനസ്സിലാവുന്നുണ്ടോ? സർ ഇപ്പൊ പറയുന്നത് SEO സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കീവേഡുകൾ കുറച്ചുകൂടെ ലോങ് കീവേഡ്സ് ആയിട്ട് എക്സാക്ട് വരുന്ന സാധനങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് ക്യാമ്പസ് നടത്തുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് MBA കോളേജ് അല്ലെങ്കിൽ ബെസ്റ്റ് BBA കോളേജസ് ഇൻ ബാംഗ്ലൂരു എന്ന് സെറ്റ് ചെയ്താലാണ് കുറച്ചുകൂടെ എക്സാക്ട് ഓഡിയൻസ് വരിക എന്നുള്ളത് അല്ലേ സർ? എക്സാക്ട്ലി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കാം, ഞാൻ അതിലേക്ക് വരാം. നിങ്ങളുടെ ക്യാമ്പസ് ബാംഗ്ലൂരാ. അപ്പൊ കേരളത്തിൽ ഇരുന്നിട്ട് ചിലവർ സെർച്ച് ചെയ്യും സ്റ്റഡി MBA ഇൻ ബാംഗ്ലൂർ. അതാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ. അപ്പൊ നിങ്ങളുടെ ടാർഗറ്റ് കേരളം ആയിരിക്കും. കേരളത്തിൽ ആരെങ്കിലും സ്റ്റഡി MBA ഇൻ ബാംഗ്ലൂർ എന്ന് അടിക്കുമ്പോൾ നിങ്ങൾ അവിടെ അഗ്രസീവ്ലി കളിക്കണം. കാരണം അവരാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ. നിങ്ങൾ ആ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ആഡ് കാണിക്കണില്ല. എന്നിട്ട് വേറെ നിങ്ങൾ ഇതുകൊണ്ട് എല്ലാവരും ചെയ്യണമെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ചെയ്യണത്, ഇപ്പൊ നിങ്ങൾ തന്നെ ചെയ്യാൻ പോണ കാര്യം, നിങ്ങൾ ഇപ്പൊ നേരത്തെ എന്നോട് പറഞ്ഞു എക്സ്പോന്റെ കാര്യം. നിങ്ങളെ തേടി പലരും വരുന്നുണ്ട് ഇങ്ങോട്ട്, അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോണില്ല. വഴിക്കോടെ പോണവരെ നിങ്ങൾ പിടിച്ചിരുത്തി കാണിക്കാൻ പോണത് എന്റെ സാധനം ഉണ്ടെന്ന്. അതാണ് നിങ്ങൾ എക്സ്പോർട്ട് അങ്ങോട്ട് പോകണം. നിങ്ങളെ തേടി ഇങ്ങോട്ട് വരാണ് ഗൂഗിളിൽ. അവിടെയാണ് നിങ്ങൾ വേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ക്ലയന്റിന്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഹൗ അബൌട്ട് ഫോർ ഓൺലൈൻ കോഴ്സ്. ഓൺലൈൻ കോഴ്സിന്റെ ഒരു ഓൺലൈൻ കോഴ്സ് അതിലേക്കും വരാം. നിങ്ങളുടെ കീവേഡ് എന്താന്നുള്ള സെക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ മാഡത്തിന് അത് ക്ലിയർ ആവട്ടോ. ഓൺലൈൻ കോഴ്സിനെ കുറിച്ച്, ഓൺലൈൻ കോഴ്സാണ് എന്റെ ഏറ്റവും എക്സ്പെർട്ടൈസ് എന്നുള്ളത്, അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങളുടെ അപ്പൊ എങ്ങനത്തെ കീവേഡ് എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക് എടുക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എങ്ങനെയാണ് കീവേഡുകൾ. അപ്പൊ എക്സാം ഇതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞ ഈ SEOന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ അതുപോലെ കൺവേർഷൻ റേറ്റ് ആണ് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചത്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു SEO ചെയ്യാണ്. SEOന്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ SEOന്റെ ഒരു SEO ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് വെബ്സൈറ്റ് അനാലിസിസ് നടത്തണം. നിങ്ങളുടെ വെബ്സൈറ്റ് എന്താണ് നിങ്ങൾ കൃത്യമായി പഠിക്കണം. നിങ്ങളുടെ വെബ്സൈറ്റിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് കൃത്യമായി പഠിക്കണം. നിങ്ങൾ ഒരു വെബ്സൈറ്റിന്റെ ഓണർ ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വെബ്സൈറ്റിലുള്ള കണ്ടന്റ് ഹൈ ക്വാളിറ്റിയിൽ റൈറ്റ് ചെയ്യുക. ഇവിടെ എല്ലാവരും ഞാൻ കാണാറുണ്ട്, ആരെങ്കിലും കൊണ്ട് റൈറ്റ് ചെയ്ത് അവിടുന്ന് ഇവിടുന്ന് കോപ്പി അടിച്ച് ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ സൈറ്റ് റാങ്ക് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വെബ്സൈറ്റിലുള്ള കണ്ടന്റ് ഹൈ ക്വാളിറ്റിയിൽ എഴുതുക, കോപ്പി അടിക്കരുത്. അങ്ങനെ നിങ്ങളുടെ സൈറ്റ് കോപ്പി ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ സൈറ്റാണ് copyscape.com എന്ന് പറയുന്നത്. ഈ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സൈറ്റ് കോപ്പീഡ് ആണോ, പ്ലേഗരിസം ചെക്കർ എന്നൊക്കെ പറയും. നിങ്ങൾ സപ്പോസ് ഒരു കണ്ടന്റ് റൈറ്റർക്ക് എഴുതാൻ കൊടുത്തു, അവര് മറ്റുള്ളവർ സൈറ്റിൽ നിന്ന് കോപ്പി അടിച്ചതാണോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ചെക്ക് ചെയ്താൽ മതി പ്ലേഗരിസം ചെക്കർ. മിക്കവാറും റൈറ്റർമാർ അങ്ങനെയൊക്കെ ചെയ്യും. ChatGPT അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവർ കണ്ടന്റ് എഴുതി തരും. അപ്പൊ നിങ്ങളുടെ സൈറ്റിന്റെ, അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, നിങ്ങളുടെ വെബ്സൈറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വെബ്സൈറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓൺലി വൺസ്, ആ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് വെബ്സൈറ്റ്. അത് പക്കയാക്കിയിട്ട് വേണം നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റിലുള്ള കണ്ടന്റ് പക്കയായിരിക്കണം, കോപ്പി അടിക്കരുത്. ഹൈ ക്വാളിറ്റി കണ്ടന്റ് എഴുതാൻ. നിങ്ങൾ കണ്ടന്റ് എഴുതുമ്പോൾ യു ഡോണ്ട് റൈറ്റ് ഫോർ ഗൂഗിൾ. നിങ്ങൾ നിങ്ങളുടെ യൂസർക്ക് വേണ്ടി എഴുതാം. എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്, ഗൂഗിളിന് വേണ്ടി എഴുതും. ഗൂഗിളിന് വേണ്ടി എഴുതണ്ട. നിങ്ങൾ ആർക്ക് വേണ്ടി എഴുതണം? നിങ്ങൾ ആരെയാണോ നിങ്ങൾ ടാർഗറ്റ് ഓഡിയൻസ്, അവനെ എങ്ങനെയൊക്കെ ഹാപ്പി ആക്കാം, എന്തൊക്കെ യൂസ്ഫുൾ ഇൻഫോർമേഷൻസ് കൊടുക്കാം, ഇതായിരിക്കണം നിങ്ങളുടെ ചിന്ത. നിങ്ങളും ഒരു യൂസർ ആണെങ്കിൽ ഒരു സൈറ്റിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ തരം കണ്ടന്റുകൾ വേണം, മാക്സിമം നിങ്ങളെ യൂസറെ ഹാപ്പി ആക്കുക. യൂസർ ഹാപ്പി ആയാൽ ഗൂഗിൾ ഹാപ്പിയാണ്. ഗൂഗിളും യൂസറും ഹാപ്പി ആണെങ്കിൽ ആ സൈറ്റാണ് ഗൂഗിൾ ആദ്യം കാണിക്കുക. ഗൂഗിളിന് വേറെ ഗിമ്മിക്കൊന്നുമില്ല. നിങ്ങൾ ഇന്ന് ഗൂഗിളിൽ പോയിട്ട് ഇന്ന് സെർച്ച് ചെയ്തു. ഇന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ആദ്യത്തെ സൈറ്റ് ഓപ്പൺ ചെയ്തു. ആ സൈറ്റ് നിങ്ങൾ കണ്ടന്റ് നിങ്ങൾ ഹാപ്പി ആയില്ല, നിങ്ങൾ ഗൂഗിളിന് ഇഷ്ടപ്പെടില്ല.
നിങ്ങളേക്ക് എന്തുട്ടാന്ന് വിചാരിക്കും. അതേപോലെ രണ്ടാമത്തെ സൈറ്റ് എടുത്ത് നോക്കി, അതും നിങ്ങൾ ഹാപ്പി അല്ല. നിങ്ങൾ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. അതോടുകൂടി ഗൂഗിൾ അടച്ചുപൂട്ടി. അതുകൊണ്ടാണ് ഗൂഗിളിന് ഒരൊറ്റ മോട്ടീവ് ഉള്ളൂ, നിങ്ങളെ മാക്സിമം ഹാപ്പി ആക്കുക. നിങ്ങൾ ഹാപ്പി ആയാലാണ് ഗൂഗിളിലേക്ക് തിരിച്ചു വരൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഹൈ ക്വാളിറ്റി കണ്ടന്റ് എഴുതാൻ പറയുന്നത്. നിങ്ങളുടെ വെബ്സൈറ്റിനെ കുറിച്ച് പഠിക്കുക. എന്താണ്? ഓക്കെ, നിങ്ങളുടെ വെബ്സൈറ്റിനെ കുറിച്ച് പഠിക്കുക, നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് പഠിക്കുക. ഏതൊക്കെ കോഴ്സാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണേ, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താ, നിങ്ങളുടെ വെബ്സൈറ്റ് എന്താ, കോഴ്സിന്റെ ഫീസ് എന്താ, ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്, കോമ്പറ്റീറ്ററെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതാണ് SEO നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് 1 വെബ്സൈറ്റ് അനാലിസിസ്. സ്റ്റെപ്പ് 2, ഇത് ഞാൻ ഇന്നലെ പറഞ്ഞാണ്, നിങ്ങളുടെ ആ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് മനസ്സിലാക്കണം. ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ സാറിന്റെ ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ബാംഗ്ലൂരാണ് നിങ്ങളുടെ ക്യാമ്പസ്, നിങ്ങൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? നിങ്ങൾ മലയാളീസിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് കേരളമാണോ, കേരളത്തിൽ ഗ്രാജുവേറ്റഡ് ആണോ, ഇനി അത് തന്നെ വേറെ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടോ? ഇങ്ങനെയുള്ളവരാണ് നിങ്ങൾ, അത് നിങ്ങൾ ക്ലാരിറ്റി വേണം. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് പഠിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ക്ലയന്റിന്റെ അടുത്ത് ചോദിക്കുക, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, ഞാൻ ഇന്നലത്തത് പറഞ്ഞതാണ്, ഇതൊരു മാർക്കറ്റിംഗ് ആണ്. പല ആൾക്കാരും, ഞാൻ ഇതിൽ കണ്ടൊരു വലിയൊരു കാര്യം പറയാം. ഒരുപാട് ആൾക്കാർ കോഴ്സ് പഠിക്കുന്നുണ്ട്. ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്തോ ടെക്നിക്കൽ ജോബാണെന്നാണ് ഇത് പഠിക്കണേ. ഇത് ടെക്നിക്കലാണ്. ടെക്നോളജീനെ യൂസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് ആണ്. അല്ലാണ്ട് ഇത് ടെക്നിക്കൽ മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷൈൻ ചെയ്യില്ല. മാർക്കറ്റിംഗ് ആണ്, 100-1000% മാർക്കറ്റിംഗ് ആണ്. പക്ഷെ ഇവിടെ ടെക്നോളജി ഉപയോഗിക്കണം, അതുള്ള മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ഇത് അതുകൊണ്ട് പറഞ്ഞ ടെക്നിക്കൽ സ്കില്ലും വേണം, മാർക്കറ്റിംഗ് സ്കില്ലും വേണം. എന്നാൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് ചെയ്യുന്ന വർക്കായാലും ശരി അടുത്ത ലെവലിൽ കൊണ്ടുപോകണമെങ്കിൽ മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് വേണം. ടെക്നിക്കൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നു അതവ ചെയ്യും. ഇതാരാണ്? ഈ സോണിയ ആരാ? ഹലോ, സോണിയ. സോണിയ ആരാണ്? ഹലോ ഹലോ, സർ, കേൾക്കാമോ സർ? കേൾക്കാം. ആരാണ്? സോണിയാണ്. ജോയ് ക്ലീറ്റസ്. ഏ, ജോയ് ക്ലീറ്റസ് പേരിലുള്ളതാണ്. എന്തിന്റെ പേരില്? ഹലോ, ജോയ് ക്ലീറ്റസ്. ഞാൻ ഇന്നലെ ജോയ് സർ. പേരായിട്ടാണ് ചോദിച്ചതാ. സാർ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ, കോഴ്സ് ഏതാ? ലാൻഡ് ബേ കൺസൾട്ടൻസി എന്നാണ്. ലാൻഡ് ബേ കൺസൾട്ടൻസി. എന്തിന്റെയാണ്? സ്റ്റഡി അബ്രോഡാണോ? സ്റ്റഡി അബ്രോഡ്. ഓക്കെ സാർ, ഓക്കെ, ശരി, ഓക്കെ. ഈ സോണിയ എന്ന് ഒന്നും കൂടി ചോദിക്കാനുള്ള കാര്യമുണ്ട്. എന്റെ ഭാര്യയുടെ പേര് സോണിയ എന്നാണ്. ഞാള് ലോഗിൻ ചെയ്ത് ഞാൻ പേരിച്ചു എടുത്തു ചോദിച്ചേ. ശരി, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഈ നിങ്ങൾ ആരെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ മ്യൂട്ട് ചെയ്യട്ടോ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്ത് പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം, അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ കീവേഡിനെ കുറിച്ച്. ആ കീവേഡിന്റെ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കീവേഡ് അനാലിസിസ് എന്ന് പറയും. നിങ്ങൾ മിക്ക ആൾക്കാരും ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കീവേഡ് എന്ന് അറിയാലോ? കീവേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ഓഫർ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണോ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, അതാണ് കീവേഡ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ MBA ആണ് ഓഫർ ചെയ്യണമെങ്കിൽ ആൾക്കാർ ഗൂഗിളിൽ പോയിട്ട് എന്തായിരിക്കും സെർച്ച് ചെയ്യണം? സ്റ്റഡി MBA കോഴ്സസ്, അല്ലെങ്കിൽ MBA അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും സെർച്ച് ചെയ്യുക. അപ്പൊ അതാണ് കീവേഡ്. നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ആൾക്കാർ, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഗൂഗിളിൽ പോയിട്ട് എന്താണോ സെർച്ച് ചെയ്യുക, അതാണ് കീവേഡ്. ഈ കീവേഡുകൾ കണ്ടെത്തണം.
മിക്കവരും ചെയ്യുന്ന 99% ആൾക്കാരുടെ അപ്രോച്ച് ഞങ്ങൾക്ക് ഒരു 5 കീവേഡ് ടാർഗറ്റ് ചെയ്ത് തരണം. ചില ഏജൻസിക്കാർ പറയും ഞങ്ങൾക്ക് 5 ചെയ്ത് തരണം, 10 ചെയ്ത് തരാം. ഇങ്ങനെയാണ് പാക്കേജുകൾ ഫിക്സ് ചെയ്യണേ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള എല്ലാ കീവേഡുകളും ലിസ്റ്റ് ഔട്ട് ചെയ്യണം. നോട്ട് 5, നോട്ട് 10. ചിലപ്പോൾ അത് 35 ആയിരിക്കും, 36 ആയിരിക്കും, 39 ആയിരിക്കും, 40 ആയിരിക്കും, 100 ആയിരിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള ഈച്ച് ആൻഡ് എവറി കീവേഡ് യു ഹാവ് ടു ലിസ്റ്റ് ഔട്ട്. കാരണം ആ ഓരോ കീവേഡും ഇമ്പോർട്ടൻ്റ് ആണ്. Excuse me, sir. I have some net issue. So can you explain the step 2 in short form? ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പൊ നെറ്റ് ഇഷ്യൂ ആയാലും ശരി, കേൾക്കാൻ പറ്റില്ലെങ്കിലും പേടിക്കണം. നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡ് ആസ് ഇറ്റ് ഈസ് കിട്ടും കേട്ടോ. ഡോണ്ട് വറി. ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം മിസ്സായി ടെൻഷൻ അടിക്കട്ടെ. നിങ്ങൾക്ക് റെക്കോർഡർ കിട്ടും. നിങ്ങളുടേതായ കൺവീൻ ടൈമിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കേൾക്കാം. ഇനി റെക്കോർഡഡ് അല്ല, നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു സാധനം അറ്റ് എൻഡിൽ തരുന്നുണ്ട്. ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ഡെപ്തിൽ പഠിച്ച് ഡെപ്തിൽ ചെയ്യാൻ തന്നെ പറ്റും. അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് അറ്റ് എൻഡിൽ ഞാൻ തരും. ഓക്കെ സാറിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് പഠിക്കാത്തേ ഉള്ളൂ. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആരെയാണോ ടാർഗറ്റ് ചെയ്യുക അത് മനസ്സിലാക്കുക. ആരെയാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്? നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വെറുതെ പഠിക്കരുത്, കൃത്യമായി പഠിക്കുക. ആരാണ് എക്സാക്ട് ടാർഗറ്റ് ഓഡിയൻസ്, അവരുടെ ഏജ്, ലൊക്കേഷൻ, ബിഹേവിയർ എല്ലാം മനസ്സിലാക്കുക. ഇത് ആരാണ് ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്നത്? ഞാൻ തൽക്കാലം ഇപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്തേക്കാം കേട്ടോ. ഞാൻ ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചാറ്റിൽ പറയാം, അപ്പൊ ഞാൻ അഡ്മിറ്റ് ചെയ്തുതരാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും സംസാരിക്കാൻ ബാക്കിയുള്ളവരുടെ പ്രിവിലേജ് പോകുന്നതെന്നുള്ളതാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റെപ്പ് 2 ടാർഗറ്റ് ഓഡിയൻസ്. സ്റ്റെപ്പ് 3 കീവേഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള എല്ലാ കീവേഡുകളും നിങ്ങൾ എന്ത് ചെയ്യണം? ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എവറി കീവേഡ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു യുവർ ബിസിനസ്. അതൊരു 5 എണ്ണോ 10 എണ്ണോ എന്നല്ല, ഓരോ കീവേഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്റ്റെപ്പ് 4 ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നിങ്ങളുടെ കീവേഡുകൾ കണ്ടെത്തണം. ഇപ്പൊ ഇതിൽ വരുന്നൊരു റോങ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കുകൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു സ്റ്റഡി അബ്രോഡ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു സ്റ്റഡി അബ്രോഡ് ഫേം ആണെങ്കിൽ അവർ പറയും സ്റ്റഡി അബ്രോഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്റെ സൈറ്റ് വരണം. ചിലപ്പോൾ അവർക്ക് ആകെ സ്റ്റഡി അബ്രോഡ് UK ആയിരിക്കും. ക്ലിയർ ആയോ? സ്റ്റഡി അബ്രോഡ് UK മാത്രം ചെയ്യണവരായിരിക്കും. ചിലപ്പോൾ സ്റ്റഡി അബ്രോഡ് UK MBAക്ക് അഡ്മിഷൻ ഉള്ളവരായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ എന്റെ കേസ് പറഞ്ഞാൽ ഞാൻ സ്റ്റഡി അബ്രോഡ് എല്ലാ രാജ്യത്തും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ്, MS ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനൊരു ആഡ് ചെയ്യുമ്പോൾ സ്റ്റഡി MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് UK അല്ലെങ്കിൽ MS, അതാണ് എന്റെ കീവേഡ്, എന്റെ പ്രൊഡക്റ്റ് അതാണ്. അതാണ് ഞാൻ നിങ്ങളെ പറഞ്ഞത്. നിങ്ങളും എന്താണെന്നുള്ളത് കൃത്യം പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒരുപാട് പൈസയ്ക്ക് അവിടെ കീവേഡ് കൊടുത്ത് പൈസ വേസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യണം, നിങ്ങളുടെ കീവേഡുകൾ കണ്ടെത്തണം. നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള കീവേഡുകൾ എന്താണെന്ന് കണ്ടെത്തണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ സാറിന്റെ ആണെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? MBA ബാംഗ്ലൂർ. അതിൽ തന്നെ പല കീവേഡുകളുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ആകെ 3 സ്പെഷ്യലൈസേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. മാർക്കറ്റിംഗ്, HR, ഓപ്പറേഷൻ എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? MBA, സ്റ്റഡി MBA മാർക്കറ്റിംഗ് ബാംഗ്ലൂർ, സ്റ്റഡി MBA HR ബാംഗ്ലൂർ. അതാണ് നിങ്ങളുടെ കീവേഡ്. അല്ലാണ്ട് MBA ഫിനാൻസ് ഒരാൾ സെർച്ച് ചെയ്യണം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ല. അവൻ നിങ്ങളുടെ സൈറ്റിൽ വന്നാലും നിങ്ങൾക്ക് കാര്യമില്ല. കാരണം ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഓഫർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പറയാം, നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള എല്ലാ കീവേഡുകളും നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പൊ ഇന്നാണ് നിങ്ങൾ ഒരു SEO ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസിക്ക് കൊടുക്കണേ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചേക്കുന്നതാണ്. ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. പ്രൊജക്ട് എന്ന് പറഞ്ഞ SEO ഹബ്ബാണ്. ഇത് ഒരു ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ടാണെന്ന് വിചാരിച്ചോളൂ. ഇത് ഒരു 100% ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. ചിലതൊക്കെ ആക്യുറേറ്റഡ് ആണ്, പക്ഷെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ ലോജിസ്റ്റിക്സ് ക്ലാസ്സസ് ഇൻ കൊച്ചി നോട്ട് ഇൻ 10 ഒന്നല്ല, അത് ഓൾറെഡി ടോപ്പിലുള്ളത്. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യം ഇട്ടതാണ്. ഇതാണ് നിങ്ങൾ ഒരു ആസ് എ ബിസിനസ് ഓണർ, ആസ് എ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണർ നിങ്ങൾ ശരിക്കും ചെക്ക് ചെയ്യേണ്ട കാര്യം ഈ ഒരു ഷീറ്റാണ്. ഇതിലായിരിക്കണം ഇതിലാണ് ഇതിന്റെ എല്ലാ ഗെയിമും. ഇന്ന് നിങ്ങൾ ഒരു ഏജൻസി ആയിട്ട് നിങ്ങൾ
വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഡിജിറ്റൽ എസ്ഇഒക്കാരനെ എടുത്തിട്ടുണ്ട്, അവനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാ കേസുകളിലും നിങ്ങൾക്ക് ഈ സാധനം ആവശ്യമാണ്. എസ്ഇഒന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ എസ്ഇഒ ഫ്രീലാൻസറോ ഏജൻസിയോ നിങ്ങളുടെ ഓഫീസിലുള്ള ഇൻഹൗസ് എസ്ഇഒക്കാരനാണോ, നിങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധമുള്ള എല്ലാ കീവേഡുകളും കണ്ടെത്തിയതിന് ശേഷം ഒരുപാട് കീവേഡ് ടൂളുകൾ ഉണ്ട്, ഫ്രീ ടൂളുകൾ, അതൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഈ അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സ് എന്ന ഒരു ടൂൾ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാൻ ഗൂഗിൾ ആഡ് എടുക്കുമ്പോൾ. അപ്പോൾ ഒരു 25 കീവേഡ് ഉണ്ടെങ്കിൽ 25 കീവേഡും നിങ്ങൾ ഇതേപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇന്നാണ് നിങ്ങൾ വർക്ക് കൊടുക്കുന്നെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1, 2, 3, 4 പറയണു ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട്. ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോവാണ് ഒരാളായിട്ട്. അപ്പൊ ഇന്ന് റിപ്പോർട്ട് എടുക്കാണ്. ഫസ്റ്റ് ഡേ നിങ്ങൾ റിപ്പോർട്ട് എടുക്കാണ്. സ്റ്റഡി സൈറ്റ് ഒക്കെ പഠിച്ച് കീവേഡ് കണ്ടെത്താൻ 25 കീവേഡ് കണ്ടെത്താം. കീവേഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും അതൊരു കോമൺ സെൻസ് ആണ്. ഈ കീവേഡ് സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടിയുള്ളതാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ലിസ്റ്റിലുണ്ട് ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ തമിഴ്നാടു. ഞാൻ ആ കീവേഡ് ടാർഗറ്റ് ചെയ്യില്ല, കാരണം തമിഴ്നാട്ടിൽ പഠിക്കാൻ വേണ്ടി സെർച്ച് ചെയ്യണേനാ. അത് നമ്മുടെ കീവേഡ് അല്ല. ആ കീവേഡ് ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് റിമൂവ് ചെയ്യണം. അതിനുള്ള ബ്രില്യൻസ് നിങ്ങൾക്ക് വേണം. ക്ലിയർ ആയോ? കാരണം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ലോജിസ്റ്റിക്സ് കോഴ്സസ് എന്നുള്ളതാണ് ഷോർട്ട് ടൈം കീവേഡ്. അതല്ല ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സ്പെസിഫിക് കീവേഡ് ആണത്. 2 തരം കീവേഡ് ഉണ്ട്. ഒന്ന് ജനറിക് കീവേഡും മറ്റേത് സ്പെസിഫിക് കീവേഡ് ഉണ്ട്. ജനറിക് കീവേഡ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് കോഴ്സസ്, സ്റ്റഡി അബ്രോഡ്, ഒരു ജനറിക് കീവേഡ് ആണ്. നിങ്ങൾ സ്പെസിഫിക് കീവേഡ് ആയിരിക്കും. അത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഓക്കെ ഈ കീവേഡ് ഞാനായിട്ട് ബന്ധമുള്ളതാണോ. ഇനിയിപ്പോ ചിലർ എഴുതിയിട്ടുണ്ടാവും ഫ്രീ ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചി. ചിലപ്പോൾ നിങ്ങളുടെ എസ്ഇഒക്കാരനെ എഴുതിയിട്ടുണ്ടാവും ഫ്രീ. അത് നിങ്ങളുടെ കീവേഡ് അല്ല. അപ്പൊ അതൊക്കെ മാറ്റി നിങ്ങൾ ഈ കീവേഡൊക്കെ നിങ്ങളുടെ സ്പെസിഫിക് കീവേഡൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളും എസ്ഇഒക്കാരനും ഇരുന്നിട്ട് കീവേഡ് ഫൈനലൈസ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് യു ഹാവ് ടു ഡു. നിങ്ങളൊരു എസ്ഇഒ ചെയ്യുന്നതിന് മുന്നേ ആദ്യം തന്നെ നിങ്ങൾ ബാക്കി ടെക്നിക്കിലൊക്കെ വിടാം. ഇതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കീവേഡുകളും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം കീവേഡ് ആദ്യം തന്നെ നിങ്ങൾ 25 കീവേഡ് ഫൈനലൈസ് ചെയ്തു. ഫൈനലൈസ് ചെയ്തതിന് ശേഷം ആദ്യത്തെ കീവേഡ് എടുക്കുക, ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് എസ്ഇഒയിൽ എത്രാമത്തെ റാങ്ക് ഉണ്ടെന്ന് നോക്കുക. ഇത് ഞാൻ 3ആണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ SCM ഹബ് എന്ന് പറയുന്നത് 3ാമത്തെ റാങ്ക് ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ചില കീവേഡ് നോക്കി കഴിഞ്ഞപ്പോൾ 2ാമത്തെ റാങ്ക് ഉണ്ട്. ചില കീവേഡ് നോട്ട് ഇൻ 10 എന്ന് പറഞ്ഞ അർത്ഥം എന്നിട്ടാ ഫസ്റ്റ് പേജിൽ ഇല്ല. നമ്മുടെ സൈറ്റ് സെക്കൻഡ് പേജിൽ ഉണ്ടായിട്ട് കാര്യമില്ല. 70-90% ആൾക്കാരും നോട്ട് ഗോയിങ് ടു സെക്കൻഡ് പേജ്. അപ്പൊ അവിടെ സൈറ്റിൽ കൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ നോട്ട് ഇൻ 10. അപ്പൊ ഞാൻ 25 കീവേഡ് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി അതിൽ കുറെ കീവേഡ് നോട്ട് ഇൻ 10 ആണ്. ചില കീവേഡിന് റാങ്ക് 10 ആണ്, ചിലത് 6 ആണ്, ചിലത് 3 ആണ്. ഇന്ന് നിങ്ങൾ സൈറ്റ് പ്രൊജക്ട് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി വേർ യു സ്റ്റാൻഡ് ഇൻ ഗൂഗിൾ. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ? ഓക്കെ ആണോ? നിങ്ങൾ ചാറ്റിൽ റിപ്ലൈ ചെയ്യൂ പ്ലീസ്. എന്തെങ്കിലും റിപ്ലൈ ചെയ്യൂ. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. അബ്ബാസ് ചോദിച്ചോളൂ. സർ ഇവിടെ ഇതിനകത്ത് ബെസ്റ്റ് ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി എന്നുകൊണ്ട് കണ്ടിരുന്നു. അപ്പൊ ആ. ഞാൻ ഇങ്ങനെ പലവിടെയും കേട്ടതാണ്, എത്രത്തോളം ശരിയാണെന്നറിയില്ല. സാറോട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ. അതായത് നമ്മൾ ഗൂഗിൾ ബിസിനസ് അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് റിവ്യൂസ് വരുമല്ലോ സർ. ഈ റിവ്യൂസിൽ യൂസ് ചെയ്യുന്നപ്പോ ബെസ്റ്റ് MBA കോളേജ് ഇൻ ബാംഗ്ലൂർന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് MBA പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികൾ കമന്റ്സ് ഇട്ട് കഴിഞ്ഞാല് ഗൂഗിൾ അത് അനലൈസ് ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ് സർ? ആ പ്രകാരം നമ്മൾ അത് അബ്സല്യൂട്ട്ലി റോങ്.
ഓക്കെ, ഒരു ഗൂഗിൾ ഓക്കെ റിവ്യൂന്റെ അൽഗോരിതം തന്നെ വേറെയാണ്. ഗൂഗിൾ റിവ്യൂ അല്ല, ആ ഒരു ബിസിനസ് ലിസ്റ്റിന്റെ അൽഗോരിതം തന്നെ വേറെയാണ്. ചെറിയൊരു കണക്ഷൻ ഉണ്ട്, ചെറുതായിട്ട്. പക്ഷെ അത് മറ്റൊന്നും പറഞ്ഞ് നമ്മൾ കുറെ കീവേഡ് ഇട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലിയർ ആയോ? എനിക്ക് 1800 റിവ്യൂ ഉള്ളതാ. 1800 റിവ്യൂ ഉള്ളതാ. ഏത് കീവേഡ് അടിച്ചാലും എന്റെ സൈറ്റ് ഗൂഗിൾ ലിസ്റ്റിംഗിൽ വരണം. ഗൂഗിൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ നിയറസ്റ്റ് ലൊക്കേഷൻ, ബെസ്റ്റ്, ഇതൊക്കെ കുറെ അൽഗോരിതങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ആ സാധനം കാണിക്കുകയാണ്. പിന്നെ അതിലെ കൃത്യമായിട്ടുള്ള ടൈറ്റിൽ, അതിന് കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെയാണ് അതിന്റെ പാരാമീറ്റേഴ്സ്. അതാണ് കമന്റിൽ ഒരു ടേം എടുത്തിട്ട് കാണിക്കണം എന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അത് ഒരു 90% അതിലൊരു സത്യമില്ല കേട്ടോ. നിങ്ങൾ അതൊക്കെ ഒരു റോങ് അപ്രോച്ചാണ്, റോങ് തോട്ട് തന്നെയാണ്. ഈ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ 1800 റിവ്യൂ ഉള്ള ഇതാണ്. പക്ഷെ എൻ്റെ എല്ലാ തരത്തിലുള്ള കീവേഡുകൾ എൻ്റെ ഇതിലുണ്ട്. അപ്പൊ ഏത് കീവേഡ്സിൽ എൻ്റെ സാധനമാണ് ഗൂഗിൾ ലിസ്റ്റിംഗിൽ ഫസ്റ്റ് വരണമെന്നില്ല. അത് നിയറസ്റ്റ് ലൊക്കേഷൻ, നിങ്ങളിപ്പോൾ ഒരു സാധനം സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് ഏതാ, നിങ്ങൾക്ക് ഏറ്റവും, അതാണ് ലോക്കൽ SEO എന്നൊക്കെ പറയും. ഏറ്റവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യണ സാധനം ഏതാ, ഇതിനൊക്കെയാണ് ഗൂഗിൾ നോക്കുന്നത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് ഗൂഗിൾ നിങ്ങൾ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് പറ്റില്ല. ഓക്കെ, ഈ കീവേഡുമായി വല്ല ഡൗട്ടുകളുണ്ടോ? ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഈ കീവേഡുമായി ബന്ധപ്പെട്ട് ഇതൊരു ക്ലാരിറ്റി ആയോ? ഓക്കെ, അപ്പൊ ഇതിനാണ് ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. ഇനി എൻ്റെ അടുത്തൊരു ചോദ്യം, നമ്മളൊരു ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് ഉണ്ടാക്കി, നമ്മൾ നമ്മുടെ SEOക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നു, ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും? എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി? ഇനി ഐഡിയ? അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള പൊസിഷനേക്കാൾ ഇംപ്രൂവ് ചെയ്യണം. നിങ്ങൾ ഇന്നാണ് ഒരു SEOന്റെ വർക്ക് കൊടുത്തു, നിങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ ആഫ്റ്റർ 1 മന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഈ കീവേഡിന്റെ സാധനം ഇപ്പോൾ തന്നെ ആണോ, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇനി ചിലവരായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സൈറ്റ് താഴേക്ക് പോകും. അതിന്റെ അർത്ഥം കൃത്യമായിട്ട് SEO ചെയ്യുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ റാങ്ക് ഇംപ്രൂവ് ചെയ്ത് മോളോട്ടേക്ക് വരും. മോളോട്ടേക്ക് വന്നതനുസരിച്ച് വിസിറ്ററും ക്ലിക്കുകളും കിട്ടും. അപ്പൊ ഈ റാങ്ക് ഈ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം. എവറി വീക്ക് നിങ്ങളൊരു SEOന്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എവറി വീക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇത് ഇംപ്രൂവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇംപ്രൂവ് ആവുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ എല്ലാ 2 വീക്സ് കൂടുമ്പോഴും ഇതേപോലത്തെ റിപ്പോർട്ട് ഉണ്ടാക്കുക. ആ റിപ്പോർട്ടിൽ അറിയാൻ പറ്റും ഏതൊക്കെ കീവേഡ് കയറി എന്നുള്ളത്. കീവേഡുകൾ കയറുന്നില്ല, റാങ്ക് ഇംപ്രൂവ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ SEOക്കാരൻ്റെ അടുത്ത് പറയാ, ഞാൻ ജാനുവരി 7th എടുത്ത റിപ്പോർട്ട് ഇതാണ്, ജാനുവരി 30th എടുത്ത റിപ്പോർട്ട് ഇതാണ്, നിങ്ങൾ തന്നെ നോക്കുക സെയിം ആണ്, അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടില്ല, ചില കീവേഡിന്റെ പൊസിഷൻ താഴേക്ക് പോയി, നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ തന്നെ SEOക്കാരൻ അത്യാവശ്യം പണിയെടുക്കും. അവനറിയാൻ പറ്റും ഇനി ആയാലും നിങ്ങൾ ചെക്ക് ചെയ്യും, റാങ്ക് ഇംപ്രൂവ് ആക്കണമല്ലോ, അല്ലെങ്കിൽ അവൻ ഈ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടി പോകും. ക്ലിയർ ആയോ? അതുകൊണ്ട് ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. പല കാര്യങ്ങളുണ്ട് ഇതിൽ, അതിരുന്നാലും ഞാൻ ജസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഇനി നിങ്ങൾ കീവേഡുകളൊക്കെ കണ്ടെത്തി, നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കീവേഡുകൾ ഇതാണ്, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ഇന്ന കീവേഡുകളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ, റാങ്കിങ് പൊസിഷൻസ് മനസ്സിലായി. ഇനി ഈ കീവേഡുകളുടെ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആണ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയാ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയാം. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം ഗൂഗിൾ കുറെ റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ആ റൂൾസിനെയാണ് പറയുന്നത് ഗൂഗിളിന്റെ അൽഗോരിതം. ഗൂഗിൾ കുറെ റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ഈ റൂൾസ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് എന്ന് പറയണേ ഒപ്റ്റിമൈസ് ചെയ്യുക. അപ്ലൈ ചെയ്ത് ഗൂഗിൾ ഫ്രണ്ട്ലി ആക്കുക, ഗൂഗിളിന്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, അതിനാണ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുക. അപ്പൊ ഗൂഗിളിന്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ
ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിലേക്ക് വരും. അതിലെ പ്രധാനപ്പെട്ട ഒരു അൽഗോരിതം എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്പീഡായിട്ട് ഓപ്പൺ ആവണം. അതൊരു അൽഗോരിതമാണ്, ഒരു റൂളാണ്. നിങ്ങളുടെ സൈറ്റ് അതിൽ സ്പീഡ് ചെക്കർ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. ആ ടൂൾ വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ സൈറ്റ് സ്പീഡിലാണോ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സൈറ്റ് ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് അവർ അൽഗോരിതം പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ നിങ്ങളുടെ സിനാരിയോ എടുത്തോളൂ. നിങ്ങൾ ഗൂഗിളിൽ ചെന്നു, ഒരു കീവേഡ് സെർച്ച് ചെയ്തു, ആദ്യത്തെ സൈറ്റ് ഓപ്പൺ ചെയ്തു. ആദ്യത്തെ സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഡ് ആവണില്ല. നിങ്ങൾ വിചാരിക്കും ലോഡ് ആവണില്ല, നിങ്ങൾ അൺഹാപ്പി ആയി. ക്ലിയർ ആയോ? രണ്ടാമത്തെ സൈറ്റ് എടുത്തു, അതും ലോഡ് ആവണില്ല, നിങ്ങൾ വീണ്ടും അൺഹാപ്പി ആയി. പിന്നെ നിങ്ങൾ ഗൂഗിൾ ഇട്ടിട്ട് പോകും. അതുകൊണ്ടാണ് സൈറ്റ് ലോഡ് ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യണം. ഫസ്റ്റ് സൈറ്റ് എടുത്ത് ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യണം. ഇൻഫർമേഷനെ കൃത്യമാണ്, നിങ്ങൾ ഹാപ്പി ആയി. അതുകൊണ്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സൈറ്റ് ഫാസ്റ്റ് ആയിട്ട് ലോഡ്. അതൊരു അൽഗോരിതമാണ്. രണ്ടാമത്തെ അൽഗോരിതം എന്ന് പറയുന്നത് വേറൊരു അൽഗോരിതമാണ്. നിങ്ങളുടെ സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. മൊബൈൽ ഡിവൈസസിൽ നിങ്ങളുടെ സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവണം. അതിന്റെ ലേ ഔട്ടിനൊന്നും ബാധിക്കരുത്. മൊബൈൽ എടുക്കുന്നവർക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റണം. ഇതൊക്കെ നിങ്ങൾ ഡിസൈനറിന്റെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാലാണ് നിങ്ങൾക്ക് സൈറ്റ് SEO എന്നായാലും ശരി, വെബ്സൈറ്റ് വഴി ആയാലും ശരി, എൻക്വയറി കിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന ഇൻഫോർമേഷൻസ് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇതിനെയാണ് അൽഗോരിതം എന്ന് പറയാം. അതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു അൽഗോരിതമാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന കീവേഡുകൾ. നിങ്ങളിപ്പോൾ ഒരു 50 കീവേഡ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ 50 കീവേഡുകളും വെബ്സൈറ്റിന്റെ പല പേജുകളിലും പല കോണ്ടന്റിലായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യണം. കീവേഡുകൾ വെറുതെ കൊണ്ടിടരുത്. ആ വെറുതെ ഗൂഗിൾ പറഞ്ഞതെന്ന് പറഞ്ഞ് കീവേഡ് ഇടരുത്. അത് യൂസർക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിന്റെ മാറ്റം വരുത്താത്ത രീതിയിൽ നല്ല റൈറ്റ് വേ കൊണ്ട്. അപ്പൊ നിങ്ങളൊരു റൈറ്റർക്ക് നിങ്ങൾ ടാസ്ക് കൊടുക്കുമ്പോൾ ഈ കീവേഡ് കൊടുക്കണം. കീവേഡ് കൊടുത്തിട്ട് പറയണം ഈ കീവേഡ് നിങ്ങളുടെ കണ്ടന്റിൽ ഉപയോഗിക്കണം. അതും ഒരു 4-5 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കണം. അതാണ് കീവേഡ് ഡെൻസിറ്റി എന്ന് പറയാം. 4-5 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാലാണ് ഈ കീവേഡ് നിങ്ങളുടെ സൈറ്റിൽ ഉപയോഗിക്കുക. അപ്പൊ ഗൂഗിളിൽ ആരെങ്കിലും ഈ കീവേഡുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിന് മനസ്സിലാവാണ് നിങ്ങളുടെ വെബ്സൈറ്റും ഈ കീവേഡും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ സൈറ്റ് ഓട്ടോമാറ്റിക്കലി ഗൂഗിളിൽ കാണിക്കും, SEOയിൽ കാണിക്കും. ചെറിയൊരു ഐഡിയ കിട്ടിയോ? ഇതിൽ കുറെ ടെക്നിക്കൽ കാര്യങ്ങൾ കിട്ടോ. ബാക്ക് ലിങ്ക് എന്താ, അത് എന്താ എന്നൊക്കെയാണ്. അത് കുറച്ചുകൂടി ടൂ മച്ച് ടെക്നിക്കലാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഒരു സെഷൻ കൊണ്ട് പറഞ്ഞാൽ തീരില്ല. അതാണ് ജസ്റ്റ് ഒരു ബിസിനസ് ഓണറിന്റെ വ്യൂവിൽ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അത്യാവശ്യ ഐഡിയ ആയോ? ക്ലിയർ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനി ഡൗട്ട്? ഓക്കെ, വെരി ഗുഡ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ പ്ലീസ്. ഓക്കെ, അപ്പൊ എന്താണ് കീവേഡ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? അതുപോലെ തന്നെ എന്താണ് ഹൗ ഡു വി സെർച്ച് ദീസ് കീവേഡ്? ഓക്കെ, കീവേഡ് സെർച്ച് ചെയ്യാനുള്ള ടൂള് ഉണ്ട്. ഞാൻ നാളത്തെ ഒരു ക്ലാസ്സിൽ ഒരു ഗൂഗിൾ ആഡ്സിന്റെ ടൂള കീവേഡ് ഉണ്ട്. അത് ഗൂഗിളിന്റെ തന്നെ ടൂളാണ്. ഞാൻ ഇന്ന് അത് കാണിക്കാത്തതാണ്. നാളത്തെ ക്ലാസ്സിലെ കീവേഡ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നാളത്തെ സെക്ഷനിലെ കീവേഡ് ടൂൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നെറ്റിൽ ചേർന്ന് സെർച്ച് ചെയ്താൽ മതി. ഫ്രീ കീവേഡ് സെർച്ച് ടൂൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൂളുകൾ ഫ്രീ കിട്ടും. അതൊന്നും ഗൂഗിളിന്റെ അല്ല കേട്ടോ. നാളെ ഗൂഗിളിന്റെ ടൂൾ കാണിക്കുക. കാരണം ഗൂഗിളിൽ സെർച്ച് ചെയ്യണത് ഏതൊക്കെ നല്ല കീവേഡ് ഗൂഗിളിനെ അറിയൂ, വേറെ ആർക്കും നന്നായിട്ട് അറിയില്ല. അതുകൊണ്ട് ഗൂഗിളിന്റെ ടൂൾ തന്നെ ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നാളത്തെ ടോപ്പിക്കിൽ അതുള്ളതാണ്. എങ്ങനെയൊക്കെ കീവേഡുകൾ കണ്ടെത്താം, നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള കീവേഡുകൾ എത്രയൊക്കെയാണ്, അത് എത്ര പ്രാവശ്യം സെർച്ച് ചെയ്യുന്നുണ്ട്, അതൊക്കെ നാളത്തെ ടൂളിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചി, കേരളത്തിൽ, ഇന്ത്യയിൽ അത് എത്ര പ്രാവശ്യം സെർച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാം റെലവെന്റ് കീവേഡുകൾ ഏതൊക്കെയാണ്, ഓരോ കീവേഡ് എത്ര പ്രാവശ്യം സെർച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് സെർച്ച് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം അത് ഭയങ്കര ഹൈ കോമ്പറ്റീറ്റീവ് കീവേഡാണ്. ആ കീവേഡൊക്കെ നമ്മൾ റാങ്ക് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് വിസിറ്ററെ കിട്ടാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നാളത്തെ സെഷൻ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഓക്കെ, അപ്പൊ ആ ടൂൾ എന്താന്നുള്ള നല്ല ചോദ്യം ഉണ്ട്. ആ ടൂൾ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അത് ഗൂഗിളിന്റെ ആഡ്സിലുള്ള ടൂളാണ്. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ SEOന്റെ ഒരു കോൺസെപ്റ്റിലാണ് ഇത് പറഞ്ഞ. വെബ്സൈറ്റും
നല്ല കണ്ടന്റ് ഉണ്ടാവണം, സൈറ്റ് ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവണം, മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം, അല്ലെങ്കിൽ കണ്ടന്റ് ഒന്നും കോപ്പി അടിക്കരുത്, നല്ല രീതിയിൽ കാര്യങ്ങൾ കണ്ടന്റ് ഒക്കെ പ്ലേസ് ചെയ്യണം. അതാണ് ഈ ബേസിക് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ. ചെറിയൊരു ഐഡിയ കിട്ടിയോ എന്താണ് SEO, എന്താണ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത്? അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്കടുത്ത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കീവേഡ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. എല്ലാവരും ഒന്ന് ബുക്കിൽ എഴുതിയെടുത്തോളൂ, ഒന്ന് നോട്ട് ചെയ്തോളൂ. കാരണം ഈ ടൂള് തന്നെ ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഈ ടൂള് തന്നെ ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഓക്കെ, ഇത് ഈ ടൂള് ഇതൊരു ഗൂഗിളിന്റെ ഫ്രീ ടൂളാണ്. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഫ്രീ ടൂളാണ്. ഈ ടൂള് എന്തിനാ ഡെവലപ്പ് ചെയ്തേക്കെന്ന് വെച്ചാല് നമ്മുടെ സൈറ്റിനെ ഗൂഗിളിൽ ടോപ്പിൽ വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ ടൂളിൽ ഗൂഗിൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഗൂഗിളിന്റെ അൽഗോരിതം, എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ സെർച്ച് കൺസോളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈച്ച് ആൻഡ് എവറിത്തിങ് റിലേറ്റഡ് ടു SEO അല്ലെങ്കിൽ ഗൂഗിൾ റാങ്കിങ് ദേ ഹാവ് മെൻഷൻഡ്. അതാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ടൂളാണ്. ഈ ടൂള് നിങ്ങൾ അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ സ്ഥാപനത്തില് ഒരു SEO കാരൻ ഉണ്ടാവും. നിങ്ങൾ ഒരു ഏജൻസിക്ക് SEO ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവാം. നിങ്ങൾ അവരോട് പറയണം ഗൂഗിൾ സെർച്ച് കൺസോളിന്റെ ആക്സസ് നിങ്ങൾക്ക് തരണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അവരോട് പറയണം ഗൂഗിൾ സെർച്ചിന്റെ ആക്സസ് നിങ്ങളും കൂടി ആഡ് ചെയ്യുക. അതായത് അതിന്റെ ആക്സസ് കിട്ടിയതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ക്ലിയർ ആയല്ലോ? ഈ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവരോട് റിപ്പോർട്ട് ചോദിച്ചാലും മതി. ഇതൊന്നും ചിലപ്പോൾ അവർ തരണം എന്നില്ല. പക്ഷെ നിങ്ങൾ അവരോട് പറയാ ഇത് ഫ്രീ ടൂളാണ്, അവർ നിങ്ങൾക്ക് തരേണ്ടതാണ്, നിങ്ങളുടെ തന്നെ ടൂളാണ്, നിങ്ങളുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്, നിങ്ങളുടെ തന്നെ അസറ്റ് ആണ്. അപ്പൊ അവർ ദേ ആർ സപ്പോസ് ടു ഷെയർ വിത്ത് യു. ക്ലിയർ? അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ SEO ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു SEO അല്ല, നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടോ, നിങ്ങൾ സെർച്ച് കൺസോളുമായി കണക്ട് ചെയ്തിരിക്കണം. ഈ ടൂളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് കണ്ടോ, is a free tool provided by Google that helps website owners, digital marketers, developers monitor and maintain their site presence in Google search results. നമ്മുടെ സൈറ്റിന്റെ പെർഫോമൻസ്, ഗൂഗിളിലുള്ള പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടൂളാണത്. It provides insights, website performance, indexing issues, opportunities എല്ലാം. നമ്മുടെ സൈറ്റ് ഗൂഗിൾ റാങ്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും എറർ ഉണ്ടോ, വൈറസ് ഉണ്ടോ, എന്തെങ്കിലും റൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇങ്ങനത്തെ ഈച്ച് ആൻഡ് എവറി ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ഗൂഗിൾ ഈ ടൂൾ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടൂൾ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നിങ്ങളുടെ അതിന്റെ ആക്സസ് കിട്ടണം എന്നുള്ളത്. ഇത് ക്ലിയർ ആണല്ലോ? അതിനെ പറഞ്ഞ് ഗൂഗിൾ സെർച്ച് കണ്ട അത് ക്ലിയർ ആയിട്ട് ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വെബ്സൈറ്റ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിയർ? ഈ ടൂളിൽ ശ്രദ്ധിക്കുക, ഈ ടൂളിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവ് കാണിച്ചു തരാം, എന്നാലും ഞാൻ ജസ്റ്റ് ഇതിലെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ക്ലിക്ക് കിട്ടി, ഗൂഗിളിൽ നിന്നും നിങ്ങൾക്ക് എത്ര ക്ലിക്ക് കിട്ടി. ഇത് കണ്ടോ, ഡ്യൂറേഷൻ 3 months, ലാസ്റ്റ് 3 മാസത്തിനുള്ളിൽ എനിക്ക് 306 ക്ലിക്ക് കിട്ടി. നമുക്കവിടെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ലാസ്റ്റ് 1 വീക്കിൽ എത്ര ക്ലിക്ക് കിട്ടിയെന്ന് അറിയാം, ലാസ്റ്റ് 1 മന്തിൽ എത്ര ക്ലിക്ക് കിട്ടിയെന്ന് അറിയാം. അങ്ങനെ നമുക്ക് ഗൂഗിളിൽ നിന്നും എത്ര ക്ലിക്ക് കിട്ടിയെന്ന് അറിയാം. അതുപോലെ തന്നെ എത്ര ഇംപ്രഷൻ കിട്ടിയെന്നറിയാം, എത്ര CTR കിട്ടിയെന്നറിയാം, ആവറേജ് പൊസിഷൻ അറിയാം. ആർക്കൊക്കെ ഇതില് ക്ലിക്ക്, ഇംപ്രഷൻ, CTR ഇതിന്റെ ഡെഫിനിഷൻ അറിയാവുന്നവരൊന്ന് ചാറ്റിൽ വരാമോ, ചാറ്റിൽ ഓക്കെ അടിക്കാമോ? ഈ ക്ലിക്ക്, ഇംപ്രഷൻ, CTRന്റെ ഡെഫിനിഷൻ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ചാറ്റിൽ ഒന്ന് മെസ്സേജ് അടിക്കാമോ?
ആർക്കും അറിയില്ല? ഓക്കെ, ആർക്കും അറിയില്ലല്ലോ, ഉറപ്പല്ലേ? ഓക്കെ, ഇത് നിങ്ങൾ ഒരു ബിസിനസ് ഓണർ അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആണ്. നിങ്ങളൊന്ന് ബുക്കിൽ എഴുതിക്കോളൂ. ക്ലിക്ക്, ഇംപ്രഷൻ, CTR, ഈ 3 ടേം നിങ്ങൾ ബുക്കിൽ എഴുതാം. നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണോ, ഡിജിറ്റൽ മാർക്കറ്റർമാർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണോ, അവരുടെ വർക്കുകൾ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യണോ, അവരുടെ വർക്കുകൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യണോ, മോണിറ്റർ ചെയ്യണോ, നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആണ് ഈ 3 ക്ലിക്ക്, ഇംപ്രഷൻ, CTR. ആ 3 ടേം എല്ലാവരും എഴുതിയെടുക്കുക. ഞാൻ നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടെ അത് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, എന്താണ് ക്ലിക്ക്, ഇംപ്രഷൻ? ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മുടെ പ്രൊജക്റ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട. ഞാൻ മനസ്സിലായി, വീണ്ടും വീണ്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഇവിടെ ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ ക്ലയന്റായ SCM ഹബിന്റെ സൈറ്റ് ഇവിടെ വന്നു. ഇത് നിങ്ങൾ കാണണമല്ലോ. ഇങ്ങനെ വരുന്നതിനെയാണ്, സ്ക്രീനിൽ ഇത് വന്നു, ഈ വരുന്നതിനെയാണ് പറയുന്നത് ഇംപ്രഷൻ. എന്റെ സൈറ്റ് വന്നു, അപ്പോൾ SCM ഹബിന് ഒരു ഇംപ്രഷൻ കിട്ടി എന്നാണ് അർത്ഥം. നിങ്ങളിപ്പോ 7 പേര് ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാണ് ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഈ SCM ഹബ് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ചിലപ്പോൾ 2ാമത്തെ റാങ്ക് ആയിരിക്കും, ചിലപ്പോൾ 8ാമത്തെ റാങ്ക് ആയിരിക്കും, ചിലപ്പോൾ 10ാമത്തെ റാങ്ക് ആയിരിക്കും. ആ പേജിൽ നിങ്ങൾ എവിടെയുണ്ടോ, 10ാമത്തെ റാങ്ക് ആയാലും ശരി, നിങ്ങൾ 7 പേര് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ SCM ഹബിന് അവിടെ നിങ്ങളുടെ പേജിൽ വന്നിട്ടുണ്ടെങ്കിൽ SCM ഹബിന് 7 ഇംപ്രഷൻ കിട്ടി എന്നാണ് അർത്ഥം. അതാണ് ഇംപ്രഷൻ, ഡിസ്പ്ലേ ആവാന്ന് പറഞ്ഞ അർത്ഥം. നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളുടെ ആഡ് ഡിസ്പ്ലേ ആവുന്നതിനാണ് ഇംപ്രഷൻ എന്ന് പറയാം. വെരി വെരി ഇമ്പോർട്ടന്റ് ടൈമാണ് ഇംപ്രഷൻ. ഇനി അടുത്തത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു, കണ്ടോ? അപ്പൊ അവരുടെ സൈറ്റിലേക്ക് പോയി. ഇതിനെയാണ് എന്തെന്ന് പറയണേ, ക്ലിക്ക് എന്ന് പറയും. അപ്പൊ നിങ്ങളിപ്പോ 7 പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 7 ഇംപ്രഷൻ കിട്ടി. അതിൽ ഞാൻ മാത്രമാണ് ക്ലിക്ക് ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ജിംസിലായിരിക്കും ക്ലിക്ക് ചെയ്തേക്കണേ, ചിലപ്പോൾ നിങ്ങളാണ് ഇതിലായിരിക്കും ക്ലിക്ക് ചെയ്തേക്കണേ. ഓരോരുത്തരും പലയിടത്തും ക്ലിക്ക് ചെയ്യാം. ഞാൻ മാത്രം എന്റെ SCM ഹബിൽ ക്ലിക്ക്. അപ്പൊ SCM ഹബിന് 7 ഇംപ്രഷൻ കിട്ടി, 1 ക്ലിക്ക് കിട്ടി. ക്ലിയർ ആണോ? ഇംപ്രഷനും ക്ലിക്കും ക്ലിയർ ആണോ? ഇനി CTR എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ത്രൂ റേറ്റ് എന്നാണ് അർത്ഥം. ക്ലിക്ക് ത്രൂ റേറ്റ്. ക്ലിക്ക് ത്രൂ റേറ്റ്. ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ക്ലിക്ക് ഡിവൈഡഡ് ബൈ ഇംപ്രഷൻ ഇൻറ്റു 100. അതായത് എനിക്ക് 100 പേര് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ 100 പേര് എന്റെ സൈറ്റ് കണ്ടു, 100 ഇംപ്രഷൻ കിട്ടി. 10 പേര് ക്ലിക്ക് ചെയ്തു, അപ്പൊ 10 ക്ലിക്ക് കിട്ടി. അപ്പൊ എന്റെ CTR എന്ന് പറയുന്നത് 10% ആണ്. എന്റെ CTR എന്ന് പറയുന്നത് 10% ആണ്. ആർക്കെങ്കിലും മനസ്സിലായോ എന്താണ് ക്ലിക്ക്, എന്താണ് ഇംപ്രഷൻ, എന്താണ് CTR? മനസ്സിലായവരായിരുന്നു തംസ് പഠിക്കാൻ പറ്റോ? ആർക്കും മനസ്സിലായില്ല? ഒരാൾക്ക് മനസ്സിലായോ? ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ? കുറച്ച് അത്രയ്ക്ക് ടഫ് ഒന്നുമില്ല ഇത്. റിപ്പീറ്റ് ചെയ്യണോ? പ്രജോഷ് സാറിന് മാത്രം. എല്ലാവരും ഒന്ന് ചാറ്റിൽ റിപ്ലൈ ചെയ്യട്ടോ പ്ലീസ്. എന്താണ് ക്ലിക്ക്, എന്താണ് ഇംപ്രഷൻ, എന്താണ് CTR? ഓക്കെ, ബാക്കി എല്ലാവർക്കും പിടുത്തായോ? ഗോട്ട് ഇറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിൽ ഒന്നുകൂടി കിട്ടും കേട്ടോ. നിങ്ങളൊന്നും കൂടി അത് കേട്ടാൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, ക്ലിക്ക്,
ഇംപ്രഷൻ, CTR, വെരി 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 ഇമ്പോർട്ടന്റ് ടൈം. ഇത് മനസ്സിലാക്കിയാലാണ് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും പറ്റുള്ളൂ. അതാണ് ക്ലിക്ക്, ഇംപ്രഷൻ. അതായത് ഞാൻ ഇതിന്റെ വേറൊരു ഫാക്ടർ പറയാം. ഇപ്പൊ നിങ്ങൾ ഒരു മനോരമ സൈറ്റിൽ ആഡ് ഇടാന്ന് പറയാം. അവർ എന്നിട്ട് പറയണമെന്ന് അറിയാമോ, ഞങ്ങൾ 1 മില്യൺ ഇംപ്രഷൻ ഇത്ര കാശ് എന്ന് പറയും. നിങ്ങൾക്ക് ഇംപ്രഷൻ കിട്ടാൻ ആർക്ക് വേണം? നിങ്ങൾക്ക് ക്ലിക്ക് കിട്ടിയാലേ കാര്യമുള്ളൂ. അപ്പൊ അവരോട് ചോദിക്കണം. അപ്പൊ അവർ പറഞ്ഞ 1 മില്യൺ ഇംപ്രഷന് 1 ലക്ഷം രൂപ എന്നൊക്കെ പറയും. 1 മില്യൺ ഇംപ്രഷൻ കിട്ടും എന്ന് പറയും. നിങ്ങൾ ചോദിക്കണം എത്ര ക്ലിക്ക് കിട്ടുമെന്ന് ചോദിക്കണം. കാരണം ക്ലിക്ക് കിട്ടിയാലാണ് അവർ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വരൂ, ചിലപ്പോൾ നിങ്ങളുടെ എൻക്വയറി നടത്തൂ, നിങ്ങളുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് വാങ്ങൂ. അതുകൊണ്ടാണ് ക്ലിക്ക് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ചിലവർ മിക്കവരും പറയും, നിങ്ങൾ അറിയാത്തവർ പറയും ഞങ്ങൾ ഇത്തരം ഇംപ്രഷൻ തരാം. അതാണ് പറഞ്ഞ ടേം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് ഡിജിറ്റൽ അടുത്തടുത്ത ലെവലിൽ പോകണമെങ്കിലുള്ള പ്രധാനപ്പെട്ട ടേമാണത് ഇംപ്രഷൻ. അതുപോലെ തന്നെ ടേമാണ് ക്ലിക്ക്. അതേപോലെ തന്നെയാണ് CTR. നമ്മുടെ ആഡിന്റെ ഒരുപാട് പേര് ക്ലിക്ക് ചെയ്തു എന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ആഡ് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മുടെ ആഡിന്റെ പൊസിഷൻ നല്ലതാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ CTR കിട്ടുന്ന, ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുതൽ കിട്ടുന്നതിന്റെ അർത്ഥം ഒരുപാട് പേര് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ 100 പേര് 100 ആഡ് കണ്ടിട്ട് ഒരാളാണ് ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങളുടെ CTR എന്ന് പറയുന്നത് 1% ആണ്. ഇനി 100 പേര് കണ്ടു 20 പേര് ക്ലിക്ക് ചെയ്തെങ്കിൽ അർത്ഥം നിങ്ങളുടെ CTR 20% ആണ്. ദാറ്റ് മീൻസ് യുവർ ആഡ് ഈസ് വർക്കിംഗ് വെരി വെൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ആഡ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഡിൽ ഇട്ടിരിക്കുന്ന കോണ്ടന്റ് ഈസ് വെരി ഗുഡ്. കാരണം അത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ട്. ദാറ്റ് ഇസ് വൈ ദേ ആർ ക്ലിക്കിംഗ് ഇറ്റ്. അപ്പൊ നിങ്ങളുടെ ഒരു ആഡിന്റെ സക്സസ് റേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിന്റെ ക്ലിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ശരിക്കും സക്സസ് റേറ്റ് അറിയണമെങ്കിൽ അതിൽ നിന്ന് എത്ര എൻക്വയറി വന്നു, അതിൽ നിന്ന് എത്ര അഡ്മിഷൻ വന്നു, അതിൽ നിന്ന് എത്ര ബിസിനസ് വന്നു എന്നാണ്. ക്ലിയർ ആയോ? എന്താണ് ക്ലിക്ക്, എന്താണ് ഇംപ്രഷൻ, എന്താണ് CTR? ഓക്കെ. അപ്പൊ നിങ്ങൾ ആ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ടേമുകൾ വെച്ച് സംസാരിക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റൂ. എത്ര ക്ലിക്ക് കിട്ടും, ഇതിനാണ് നമുക്ക് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്പെറന്റ് ആണ്, ട്രാക്ക് ചെയ്യാം, മെഷറബിൾ ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എവറിത്തിങ് ഈസ് മെഷറബിൾ, ട്രാൻസ്പെറന്റ് ആണ്. ആരെങ്കിലും എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ അതിന്റെ അർത്ഥം ദേ ആർ ഡൂയിങ് സംതിങ് റോങ്. കാരണം എവറിത്തിങ് ഈസ് ട്രാക്കബിൾ, എവറിത്തിങ് ഈസ് മെഷറബിൾ. ഇപ്പൊ എക്സാമ്പിൾ നേരത്തെ എന്നോട് ആരോ പറഞ്ഞു എന്തോ ഓഫ്ലൈൻ ക്യാമ്പസിൽ പോകണു. അതൊന്നും നിങ്ങൾക്ക് എത്ര പേര് എൻക്വയറി വന്നൊക്കെ കുറെ ട്രാക്ക് ചെയ്യാന്നല്ലാണ്ട് എത്ര പേര് നമ്മുടെ കണ്ടു പിടിച്ചു നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് 100% ട്രാൻസ്പെറന്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് കൺസോളിന്റെ ആക്സസ് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വ്യൂസ് കിട്ടും. കാണുമ്പോൾ അറിയാൻ പറ്റും എത്ര ക്ലിക്ക് കിട്ടി SEOയിൽ നിന്നും. ക്ലിയർ ആയോ? അടുത്തതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഇവിടെയാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഗെയിം ഇരിക്കുന്നത്. ഇതെല്ലാവരും ശ്രദ്ധിച്ചാലാണ് മനസ്സിലാവും. കോംപ്ലിക്കേറ്റ് ഒന്നുമില്ല. ഞാൻ ഒരു കോംപ്ലിക്കേഷനും ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ബിസിനസ് മാത്രമാണ്. എനിക്കറിയാം ഒരു ഓണർക്ക് എന്നിട്ടാ വേണ്ടതെന്ന്, എനിക്കറിയാം ഒരു എഡ്യൂക്കേറ്റേഴ്സ് എന്നിട്ടാ വേണ്ടതെന്ന്. ഞാൻ നിങ്ങളുടെ അടുത്ത് ടെക്നിക്കലി സംസാരിക്കുന്നില്ല. എനിക്കൊരൊറ്റ മോട്ടീവുള്ള ഈ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് എൻക്വയറി എങ്ങനെ ജനറേറ്റ് ചെയ്യണം, എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യണം, എങ്ങനെയൊക്കെ ഇതിനെ നിങ്ങൾക്ക് ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് മോണിറ്റർ ചെയ്യണം, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിനെ അസസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ പലരും പറഞ്ഞു അവരത് ചെയ്യണം ഇത് ചെയ്യണം, നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെ അസസ് ചെയ്യണം, എങ്ങനെയൊക്കെ ഇതിന് അടുത്ത ലെവലിൽ കൊണ്ടുപോകണം, ഇതാണ്. അല്ല ഞാൻ നിങ്ങളോട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാൻ നോക്കുന്നില്ല. കാരണം നിങ്ങളൊക്കെ ബിസിനസ് ഓണേഴ്സ് ആണ്. നിങ്ങൾ ഇപ്പൊ പഠിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബിസിനസ് തിരക്കിട്ട് പോകും. നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ ഒരു കുറെ കാര്യമുണ്ട്, ഓണർക്ക് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അടുത്ത ലെവലിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്.
ആ ഗൂഗിൾ സെർച്ച് കൺസോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ റിപ്പോർട്ട് കിട്ടും. അതിൽ കാണാൻ പറ്റുന്നത് സിമ്പിളാണ്. ഏതൊക്കെ കീവേഡുകളിൽ നിന്നാണ് നിങ്ങൾക്ക് വിസിറ്ററെ കിട്ടിയെന്ന് അറിയാൻ പറ്റും. ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടോ, എനിക്കിപ്പോൾ ഇവിടെ അറിയാൻ പറ്റും ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 2 ക്ലിക്ക് കിട്ടി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരളത്തിൽ 2 ക്ലിക്ക് കിട്ടി, ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടിയിരിക്കുന്ന ഇന്റർണൽ ലീഡ്സ് ട്രെയിനിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് SEO ട്രെയിനിങ് ക്ലിക്ക് കിട്ടി, മാസ്റ്റർ ഡിജിറ്റൽ എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് ചോദിച്ചാല്, നിങ്ങൾ ഒരു ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് എടുത്തു, 50ഓളം കീവേഡുകൾ എടുത്തു എന്ന് വിചാരിക്കുക. ആ കീവേഡുകൾ നിങ്ങൾ SEO ചെയ്ത് നിങ്ങൾക്ക് അതിന് ഗുണം ഉണ്ടാവണമെങ്കിൽ അതിൽ നിന്ന് ട്രാഫിക് കിട്ടണം. നിങ്ങൾ SEO ചെയ്യണ എന്തിനാ? ട്രാഫിക്കിന് വേണ്ടിയിട്ടാണ്. SEO ചെയ്യണ എന്തിനാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണ എന്തിനാ? ട്രാഫിക്ക് വേണ്ടിയിട്ടാണ്, എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ്, അഡ്മിഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അല്ലാണ്ട് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന വർക്ക് അബ്സല്യൂട്ട്ലി 0 ആണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണമില്ല. നിങ്ങൾ പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ് ക്യാമ്പയിൻ. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ SEO ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ SEOയിൽ നിന്നും എത്ര ക്ലിക്ക് കിട്ടി, എത്ര ട്രാഫിക് കിട്ടി, ഏതൊക്കെ കീവേഡുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ട്രാഫിക് കിട്ടുന്നത്. നിങ്ങൾ ഒരു 50 കീവേഡ് വെച്ചു, പക്ഷെ ഒരു കീവേഡിൽ നിന്ന് നിങ്ങൾക്ക് ട്രാഫിക് കിട്ടണുള്ളൂ. അതിന്റെ അർത്ഥം ബാക്കി കീവേഡിനൊന്നും റാങ്ക് ആയിട്ടില്ല. SEOക്കാരൻ്റെ അടുത്ത് നിങ്ങൾ വിളിച്ച് പറയണം, സി ദിസ് ഈസ് അവർ റിപ്പോർട്ട്, നമ്മൾ 50 കീവേഡാണ് ടാർഗറ്റ് ചെയ്തത്, നമുക്ക് ഇതിന് ഒറ്റ വിസിറ്റർ പോലെ നിങ്ങൾ പറയുന്ന ടാർഗറ്റ് കീവേഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾ എന്തിനാണ് SEO ചെയ്യുന്നത്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയാം. അപ്പം പണിയെടുക്കാൻ തുടങ്ങും. അതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ആക്സസ് അവർ ചിലപ്പോൾ തരില്ല എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. 99% ആൾക്കാരും തരും. ക്ലിയർ ആയി? നിങ്ങൾക്ക് ഇൻ ഹൗസ് ആയാലും ശരി, ആരായിട്ട് ചെയ്താലും ശരി, നിങ്ങൾ ഈ കാര്യങ്ങൾ അതിൽ നിന്ന് ഇതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട സാധനം. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടേം. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ കീവേഡ് കണ്ടോ? ഈ കീവേഡിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിസിറ്റർ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ ബ്രാൻഡ് ടേമാണ്. ദിസ് ഈസ് മൈ ബ്രാൻഡ് ടേം. ക്ലിയർ? ഈ ബ്രാൻഡ് ടേം സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിൽ ഫസ്റ്റ് വരൂ. ഈ വിസിറ്ററിന്റെ ക്രെഡിറ്റ് നിങ്ങൾ SEOക്കാർക്ക് കൊടുക്കരുത്. SEOക്കാർ പറയും ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ 300 വിസിറ്റർ തന്നു എന്ന് പറയും. നിങ്ങൾ നോക്കുക 300 വിസിറ്റർ ഉണ്ടാവും, പക്ഷെ 250 വിസിറ്റർ ചെന്നിരിക്കുന്നത് നിങ്ങളുടെ ബ്രാൻഡ് ടേം ആണ്. ബ്രാൻഡ് ടേം SEO തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ബ്രാൻഡ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈറ്റിന് വരുള്ളൂ. ഇന്റർനെറ്റ് സ്ട്രെയിൻ സെർച്ച് ചെയ്യുമ്പോൾ എന്റെ സൈറ്റ് വരുള്ളൂ. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് അടിച്ചൊക്കെ SE ഹബ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് SE ഹബ് എന്ന് അടിക്കുമ്പോൾ അവരുടെ സൈറ്റ് വരുള്ളൂ. അത് അവരുടെ ബ്രാൻഡാണ്. നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് ഉണ്ടാക്കിയിട്ട് റെപ്യൂട്ടേഷനും അതിൻ്റെയൊക്കെ നിങ്ങൾ ഒരുപാട് പൈസ മുടക്കി ആഡൊക്കെ ചെയ്തതിന്റെ റെപ്യൂട്ടേഷനും അതൊക്കെ കിട്ടുന്ന, അതിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യമാണ് ബ്രാൻഡ് ടേം. ക്ലിയർ ആയോ? അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ അവർക്ക് കൊടുക്കരുത്. നിങ്ങൾ അവരോട് പറയണം 200 വിസിറ്ററെ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം ഏതൊക്കെ ടൈമിൽ. ചിലപ്പോൾ 200 വിസിറ്റർ 150 ഉണ്ടോ, ചിലപ്പോൾ വേണമെങ്കിൽ ഈ ടൈമാണെങ്കിൽ പറയണം 200 വിസിറ്റർ ഇല്ല കേട്ടോ, ആകെ 20 വിസിറ്റർ ആണ് നിങ്ങൾ എനിക്ക് തന്നതെന്ന് പറയണം. കാരണം ഇതൊക്കെ ബ്രാൻഡ് ടൈമാണ്. ഇന്റർനെറ്റ് ലീഡ്സ് റിവ്യൂ, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്, ഫോട്ടോസ്, ഇതുവരെ ബ്രാൻഡ് ടൈമാണ്. ഇതൊന്നും ബ്രാൻഡ് ടൈം അല്ല, ഇതൊക്കെ SEOക്കാരുടെ മിടുക്കാണ്. ഇത് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടൂളിന്റെ ആക്സസ് ചോദിക്കേണ്ടത്. ഇത് എല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. എന്താണ് ടേം? ആ ടേമിൽ തന്നെ എന്താണ് ബ്രാൻഡ് ടേം, നോൺ ബ്രാൻഡ് ടേം, അല്ലെങ്കിൽ നിങ്ങളുടെ കീവേഡ്സ്. ഇനി ഇതിന്റെ വേറൊരു ബിസിനസ് കോൺസെപ്റ്റ് പറയാം. അതാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട, നിങ്ങൾ ഒരു ഓണർ എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു ബിസിനസ് കോൺസെപ്റ്റ് ആണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊന്നും ആരും പറയാൻ പോണില്ല, ചെയ്യാനും പോണില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയതാണ്. അടുത്തതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. അതാണ് നിങ്ങൾ പറഞ്ഞത്. ഇവിടെ എല്ലാം നിങ്ങൾ ഒരു ബിസിനസ് മൈൻഡിൽ വേണം ചിന്തിക്കാൻ. ഞാനൊരു സിമ്പിൾ സ്ട്രാറ്റജി ആണ്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാലാണ്ട് മനസ്സിലാവുള്ളൂ. ഞാനിതൊക്കെ റിയൽ സിനാരിയോ ആണ് നിങ്ങളുടെ അടുത്ത് വെച്ച് പറയണം. നിങ്ങൾക്ക് അപ്പം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത്
നിങ്ങൾ ഒരു SEO ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസം 10,000 rupees മുടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 10,000 rupees ആണ് നിങ്ങൾ ഒരു SEO ചെയ്യാൻ മുടക്കുന്നത്. 10,000 per month. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഫോർ SEO. ഈ സെർച്ച് കൺസോൾ എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ നോൺ ബ്രാൻഡ് ടേമിൽ നിന്ന് ആകെ 5 വിസിറ്റർ ആണ് വന്നിരിക്കുന്നത്. തൊണ്ണൂറ്റഞ്ച് വിസിറ്റർ വന്നിരിക്കുന്നതും ബ്രാൻഡ് ടേം. അതായത് അത് SEOന് ക്രെഡിറ്റ് കൊടുക്കില്ല. 5 വിസിറ്റർക്ക് മാത്രമാണ് SEOന് ക്രെഡിറ്റ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ സത്യത്തിൽ 10,000 രൂപ മുടക്കിയിട്ട് നിങ്ങൾക്ക് 5 വിസിറ്ററെ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം ഒരു വിസിറ്റർക്ക് നിങ്ങൾ മുടക്കുന്നത് 2,000 rupees. ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കണോ? ഇവിടെ നിങ്ങൾ 2,000 rupees മുടക്കിയിട്ടാണ് നിങ്ങൾക്ക് ഒരു വിസിറ്ററെ കിട്ടിയത്. 20 rupees കൊടുത്താൽ ഗൂഗിളിന്റെ ആഡ് വഴി 100% ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾക്ക് വിസിറ്ററെ കിട്ടും. ഒരു വിസിറ്ററെ കിട്ടും, ഗ്യാരണ്ടി. ക്ലിയർ ആയോ? അതാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഇത് വെറുത്താണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യേണ്ടത് ഈ ടൂൾ വെച്ചിട്ടാണ്. നിങ്ങൾ SEOക്ക് 20,000 രൂപ മാസം കൊടുക്കാണ്. ആകെ നിങ്ങൾക്ക് ഇത്രയും വിസിറ്റർ വന്നു. വിസിറ്റർ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ 20,000 രൂപ ബഡ്ജറ്റ് മാറ്റി നിങ്ങൾ വേണേൽ ആഡിൽ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് വിസിറ്റർ ഗ്യാരണ്ടി ആണ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, SEO വെറുത്താണോ അല്ലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള പല ടൂളുകളുണ്ട്. അപ്പൊ അവർ പറയും ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അടുത്ത മാസം ഇമ്പ്രൂവ് ആവുമെന്ന് പറയാം. കുഴപ്പമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു മാസം കൊണ്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കണ്ട, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഇപ്പൊ 5 വിസിറ്റർ ഉള്ളൂ, അടുത്ത മാസം അത് 15 ആയപ്പോൾ മനസ്സിലായി കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം ഗൂഗിളിന്റെ കൺവേർഷൻ റേറ്റ് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് കുറച്ചൊന്ന് വെയിറ്റ്. പക്ഷെ നിങ്ങൾ ടൂ മച്ച് ഒന്നും കിട്ടുന്നില്ല, മറ്റൊരു നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് വിസിറ്റർ കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ ഒബ്സർവ് ചെയ്യാനുള്ള സ്കില്ല് വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ? കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് എനിക്കൊരു സംശയം. ആർക്കെങ്കിലും മനസ്സിലായോ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം? വെരി ഗുഡ്. വേറെ ആർക്കൊക്കെ മനസ്സിലായി? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തു. മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് തരാം. ഗുഡ്. ക്ലിയർ ആയല്ലോ? ഇതാണ് നിങ്ങൾക്ക് ഓക്കെ, വെരി ഗുഡ്. ഇതാണ് നിങ്ങൾക്ക് വേണ്ട അനലിറ്റിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇവിടുത്തെ ഡിജിറ്റൽ മാർക്കറ്റർമാർ, അവർ മാർക്കറ്റേഴ്സ് അല്ല. ഇവിടെ ഉള്ളവർ ടെക്നിക്കലി പഠിച്ചിട്ട് ഇങ്ങോട്ട് വരാണ്. ഇവരിതൊന്നും ഒബ്സർവ് ചെയ്യില്ല. അവരിങ്ങനെ ടെക്നിക്കലി ചെയ്ത് SEO ചെയ്ത് ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ പോവും. ഇതിൽ നിന്നുള്ള ഇൻഫോർമേഷൻ കണ്ടെത്തി നിങ്ങൾ ഇതിന് അനലിറ്റിക്കൽ സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടിയാണ് അവർ ഗൂഗിൾ ഇങ്ങനത്തെ ടൂളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യാം. എത്ര ക്ലിക്കുകൾ കിട്ടി, ഒരു ക്ലിക്കിന് എത്ര കോസ്റ്റ് വന്നു, SEOക്ക് എത്ര കോസ്റ്റ് വന്നു, SEO വെറുത്താണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി ചില ടേമുകളുണ്ട്, ആ ടേമിൽ ചിലപ്പോൾ നിങ്ങൾക്ക്, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. ചില നല്ല ടേമുകളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കേരള ടൂറിസം. ചിലപ്പോൾ ഒരു മാസം 10,000 സെർച്ച് എടുക്കണതായിരിക്കും. ആ കേരള ടൂറിസത്തിന്റെ ഒരു ക്ലിക്കിന് 50 രൂപ കൊടുക്കണം. അപ്പൊ 10,000 എത്ര കാശ് കൊടുക്കണം? ഏകദേശം 5 ലക്ഷം രൂപ കൊടുക്കണം. 5 ലക്ഷം രൂപ കൊടുത്താലാണ് 10,000 വിസിറ്റർ കിട്ടുക. അത് SEOയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ട്. അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര പൈസ ലാഭം. അതാണ് SEOന്റെ പവർ എന്ന് പറയുന്നത്. പക്ഷെ അത് എല്ലാവർക്കും ആ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ലോങ് ടേമിൽ, അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ സൈറ്റിന്റെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ, കണ്ടന്റിന്റെ പ്രശ്നങ്ങളൊക്കെ ചെയ്ത് SEO നിങ്ങൾ കൃത്യമായിട്ടാണോ ചെയ്യണേയില്ല എന്നുള്ള ഒബ്സർവ് ചെയ്ത് ആ വഴിക്ക് നിങ്ങൾ മൂവ് ചെയ്താൽ നിങ്ങൾക്ക് SEO പയ്യെ പയ്യെ റിസൾട്ടുകൾ വരും. SEOന്റെ റിസൾട്ടിന് ക്വാളിറ്റി ഉള്ളതാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അപ്പൊ അതാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്നത്. അടുത്തതാണ് SEO സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസിങ് ഇംപ്രൂവ്. അതായത് നിങ്ങൾ ചെക്ക് ചെയ്യുക, റിപ്പോർട്ട് ചോദിക്കുക, ക്ലയന്റിന്റെ അടുത്ത് നിങ്ങളുടെ ഏജൻസി അടുത്ത് ചോദിക്കുക, നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്ത്, എന്തൊക്കെ കണ്ടന്റുകളൊക്കെ എന്തൊക്കെ എഴുതി, അല്ലെങ്കിൽ ബ്ലോഗുകളൊക്കെ എഴുതിയോ, നിങ്ങൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിന് റിപ്പോർട്ട് ചോദിക്കണം. ആ റിപ്പോർട്ടിൽ നിങ്ങൾ എല്ലാ മാസത്തെയും ഈ കീവേഡിന്റെ ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ടായിരിക്കും അവരോട് അറിയാൻ പറ്റും. എല്ലാ മാസം റിപ്പോർട്ട് ആക്കിയപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും റാങ്ക് ഇംപ്രൂവ് ആയോ ഇല്ലയോ, എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്തു, നിങ്ങൾ അവരോട് ചോദിക്കാം. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇൻ ഹൗസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് എവറി ഡേ ചോദിക്കാം. ഒരു ഏജൻസി ആണോ എവറി വീക്ക് ചോദിക്കാം. ഈവൻ ഈ സെർച്ച് കൺസോളിന്റെ റിപ്പോർട്ട് വരെ ചോദിക്കാം. ദേ വിൽ സെൻഡ് യു. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഓക്കെ ഫൈൻ, ലീവ് ഇറ്റ്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഒരു ബേസിക് SEO സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് ആദ്യം തന്നെ വെബ്സൈറ്റ് കണ്ടെത്തണം, പിന്നെ കീവേഡുകൾ കണ്ടെത്തണം, പിന്നെ അത് ഒപ്റ്റിമൈസ് ചെയ്യണം, പിന്നെ ഗൂഗിൾ സെർച്ച് കൺസോൾ കണ്ടെത്തണം. ഇത്തരം കുറച്ച് കാര്യങ്ങൾ. അതുപോലെ നിങ്ങളുടെ സൈറ്റ് കുറെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക, കണ്ടന്റ് കറക്റ്റ് ആയിട്ട് എഴുതുക, ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യുക, മൊബൈൽ ഫ്രണ്ട്ലി ആക്കുക. ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ SEOക്ക് വേണ്ടി ചെയ്യുക. അതേം അതിന് എത്ര വിസിറ്റർ വന്നു നോക്കുക, ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് വെറുത്താണോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ക്ലിയർ? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി SEOയിലുള്ള ഒരു ചെറിയൊരു ഫ്രോഡ് പരിപാടിയാണ് അടുത്ത് ഞാൻ പറയുന്നത്. ഇത് നിങ്ങളും പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അതായത് ചില SEOക്കാർ വന്നിട്ട് പറയും, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധമുള്ള കീവേഡുകൾ ഞാൻ റാങ്ക് ചെയ്തു തരാം, ഫസ്റ്റ് ആക്കി തരാം, 100% ഗ്യാരണ്ടിയോടുകൂടി ഫസ്റ്റ് ആക്കി തരാം. അതാണ് അതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അവര് ഫസ്റ്റ് ആക്കി തരാന്ന് പറയും, വിത്ത് ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടിയോടുകൂടി ഫസ്റ്റ് ആക്കി തരാന്ന് പറയും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഫസ്റ്റ് ആക്കി തരുകയും ചെയ്യും. അതാണ് അതിന്റെ രസം. പക്ഷേ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. നിങ്ങളുടെ ബെനിഫിറ്റ് എന്താ? ആ കീവേഡിന് ആരെങ്കിലും സെർച്ച് ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാഫിക് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളൂ. അത് ട്രാഫിക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ടൂളിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റും. അവർ പറയും ഞങ്ങൾ ഇന്ന കീവേഡിൽ ആക്കി തരാമെന്ന് പറയും, അവരാക്കി തരുകയും ചെയ്യും. നിങ്ങൾ നോക്കുമ്പോൾ ആ കീവേഡൊക്കെ നിങ്ങളുടെ സൈറ്റുമായി ബന്ധമുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ആ കീവേഡ് ആരും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവില്ല, അതിന് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, സെർച്ച് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സൈറ്റ് ടോപ്പിൽ വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ? പറഞ്ഞോളൂ. സർ, ഇതിനകത്ത് ഗ്രേ ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ കാര്യമാണോ സാർ പറയുന്നത്? അതല്ല, അവരുടെ കാര്യമില്ല. ഒന്നും കൂടി ശ്രദ്ധിക്കാം. അത് വേറെ, അത് ബ്ലാക്ക് ഹാറ്റ് SEO, വൈറ്റ് ഹാറ്റ് SEO, ഗ്രേ ഹാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ, അത് ഫ്രോഡ് വേറെ, അത് വേറെ പരിപാടി. ഇതല്ല. ഇത് പ്രഥമ ദൃഷ്ടിയ നിങ്ങൾക്ക് ഒക്കെ എല്ലാം അവർ പറയുന്നതെല്ലാം ശരിയാണ്. അവരൊന്നും ഫ്രോഡ് പറയണില്ല. പക്ഷെ അതിലുള്ള ആക്ച്വൽ ഗെയിം ആണ് പറയുന്നത്. ഞാൻ ഇതിലൂടെ എക്സാമ്പിൾ വന്നിട്ടുണ്ട്. കണ്ട, ടോപ്പ് കോളേജസ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ കൊച്ചി വിത്ത് നൈറ്റ് ക്ലാസ്സസ്. നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയണം, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ടോപ്പ് കോളേജസ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊച്ചി വിത്ത് നൈറ്റ് ക്ലാസ്സസ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈറ്റ് ഞാൻ ഫസ്റ്റ് തരാം, ഗ്യാരണ്ടി എന്ന് പറയും. ഇങ്ങനെ ആരും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണ്ടാവില്ല. ക്ലിയർ? ഇങ്ങനെ സെർച്ച് ചെയ്യാത്ത കീവേഡ് വെറുതെ നമ്മുടെ സൈറ്റിന്റെ കണ്ടന്റിലൊക്കെ വെറുതെ കിട്ടാൻ മതി, ഈസി ആയിട്ട് നമ്മുടെ സൈറ്റ് റാങ്ക് ആവും. ഈ ആയിട്ട് അവർ പറയുകയും ചെയ്യും, നിങ്ങൾ ആ കീവേഡ് സെർച്ച് ചെയ്യൂ, സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സൈറ്റ് ഫസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയും. നോക്കുമ്പോൾ ഫസ്റ്റ് ഉണ്ട്. പക്ഷെ ഈ കീവേഡ് പബ്ലിക് ആരും ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഇത്തരം ലോങ്ങിൽ ആരും ഉപയോഗിക്കില്ല.
പബ്ലിക് ഉപയോഗിക്കാത്ത കീവേഡുകൾ റാങ്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ഗുണമില്ല. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഒരു കീവേഡ് ഗുണമുണ്ടെങ്കിൽ അത് ആൾക്കാർ ഉപയോഗിക്കുന്ന കീവേഡ് ആയിരിക്കണം. അതാണ് ഞാൻ നാളത്തെ ടൂളിൽ കാണിച്ചു തരാൻ പോണ. കീവേഡ് ടൂളിൽ കാണിച്ചു തരും. ഓരോ കീവേഡും എത്ര പ്രാവശ്യം ഗൂഗിളിൽ ഇതിനു മുന്നേ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ ടൂളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പൊ മറ്റുള്ളവർ സെർച്ച് ചെയ്യുന്ന കീവേഡുകൾ റാങ്ക് ചെയ്താലാണ് കാര്യമുള്ളൂ. ഇതിങ്ങനെ പറയും. അവർ പറയും ഞങ്ങൾ ഈ 10 കീവേഡ് റാങ്ക് ചെയ്ത് തരാന്ന് പറയും. 10 കീവേഡ് നോക്കുമ്പോൾ കണക്റ്റഡ് ആണ്. അത് നമ്മുടെ ഇത് പൈസ വാങ്ങിച്ചുകൊണ്ടും നമുക്ക് അതുകൊണ്ട് ഒരു ഗുണമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ നിങ്ങൾ കീവേഡ് നിങ്ങളും അവരും കൂടി ഇരുന്നിട്ടാണ് ഫൈനലൈസ് ചെയ്യേണ്ടത്. ഫൈനലൈസ് ചെയ്യണം എങ്ങനെയാണ്? നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധമുള്ളതാണെന്ന് നോക്കണം. അതുപോലെ തന്നെ ആ കീവേഡുകൾ ഗൂഗിളിൽ എത്ര പ്രാവശ്യം സെർച്ച് ചെയ്യുന്നതോട് നിങ്ങൾ കണ്ടെത്തണം. ആ ടൂൾ വെച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് വേണം നിങ്ങൾ കീവേഡ് ഫൈനലൈസ് ചെയ്യാൻ. ക്ലിയർ ആയോ? ഓക്കെ, ഗുഡ്. ഇതിലുള്ള ഒരു ഇങ്ങനെ നിങ്ങളടുത്തേക്ക് വരാം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ എന്തും നമ്മുടെ ഒരു അപ്രോച്ച് SEO ചെയ്താൽ നമുക്ക് എന്ത് ബെനിഫിറ്റ്, എത്ര ക്ലിക്ക് കിട്ടും, അതായിരിക്കണം നിങ്ങളുടെ ടേമുകൾ. നിങ്ങൾ മറ്റുള്ളവർ സംസാരിക്കും, നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും വേണം. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞതാണ്. ചില ഏജൻസിക്കാർ പറയും നിങ്ങളുടെ 5 കീവേഡ് ഞാൻ റാങ്ക് ചെയ്ത് തരാം, 10 കീവേഡ് റാങ്ക് ചെയ്ത് തരാം, 15 കീവേഡ് റാങ്ക് ചെയ്ത് തരാം. അത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾ അതിൽ റെസ്ട്രിക്റ്റ് ആവരുത്. ഓക്കെ, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധമുള്ള എല്ലാ കീവേഡുകളും നിങ്ങൾ കണ്ടെത്താം. അത് എല്ലാം നിങ്ങൾ റാങ്ക് ചെയ്യാൻ നോക്കാം. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വെച്ചാൽ 5 ഒരു കാശ് 15 കാശ് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾ ആ രീതിയിൽ എല്ലാ കീവേഡും ചെയ്യണമെങ്കിൽ അവർ ചാർജ് ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഏറ്റവും സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി ആയിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള കീവേഡുകൾക്കായിരിക്കും നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധമുള്ള കീവേഡുകളായിരിക്കണം. അതായിരിക്കണം നിങ്ങൾ ആ കീവേഡാണ് ആക്ച്വലി നിങ്ങളുടെ ആ ഒരു എന്നിട്ട് പറയാ ഒരു മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതാണ്. അതിലൂടെയാണ് നിങ്ങൾക്ക് ട്രാഫിക്കും വിസിറ്ററും എൻക്വയറിയും ഒക്കെ ജനറേറ്റ് ആവുക. ക്ലിയർ? അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. ടോപ്പ് 3 things educators should consider before hiring an SEO agency. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. നിങ്ങളൊരു SEO ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം അവരുടെ സ്ട്രാറ്റജി, ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എന്താണ്, മെഷറബിൾ ഇതുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കണം, നിങ്ങൾ ചോദിക്കുന്നതായിരിക്കണം. തുടക്കമേ തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഗോളിനെ കുറിച്ച് പറയണം. നിങ്ങൾ പറയണം ഞാൻ SEO ചെയ്യുന്ന ഇതിനാണ്. അപ്പോൾ അവർ പറയണ SEOന്റെ ബഡ്ജറ്റ് 25,000 ആണ് ഒരു മാസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പറയണം ഞങ്ങൾ 25,000 മുടക്കിയാൽ നമുക്ക് SEO ഓർഗാനിക് വഴി എത്ര വിസിറ്റർ തരാൻ പറ്റും, നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോളിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്ര വിസിറ്റർ തരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇനി നിങ്ങൾ വേറെ കാര്യം ചെയ്യണം. ഇന്നാണ് ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ സെർച്ച് കൺസോളിൽ നോക്കുക ഇന്ന് എത്ര വിസിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം എത്ര വിസിറ്റർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി SEO ഓൾറെഡി നമുക്ക് ഒരു മാസം 25 വിസിറ്റർ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് SEOക്ക് നമ്മൾ ഒരു ഏജൻസി ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ വിസിറ്ററിന് കൂടണം. അതിനുവേണ്ടിയാണ് നമ്മളിത് ചെയ്യണേ. 25 എന്നുള്ളത് 40, 50ലേക്ക് ആക്കണം. അതൊക്കെ ആ ടേമുകൾ എടുത്ത് റിപ്പോർട്ടുകൾ എടുത്തിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അവർക്കും അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കുറച്ച് അറിയാം എന്നുള്ളത്. ക്ലിയർ? അതാണ്. അതുപോലെ നിങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് നമുക്ക് എൻക്വയറി കിട്ടാനാണ്, അല്ലെങ്കിൽ ഇന്ന കീവേഡുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും വിസിറ്റർ കിട്ടണം,
സെർച്ച് കൺസോളിൽ കാണുമ്പോൾ അതൊക്കെ അറിയണം എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്ന കീവേഡ് എന്ന് പറഞ്ഞാൽ ജനറിക് ആവരുത്, സ്പെസിഫിക് കീവേഡുകളായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അതുപോലെ അവർ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ക്ലയന്റുകൾക്ക് ചെയ്തിട്ടുണ്ടോ നോക്കണം, അവരുടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യണം. എന്നിട്ടൊക്കെ വേണം നിങ്ങൾ ഒരു ഏജൻസിനെ ഹയർ ചെയ്യേണ്ടത്. ഞാൻ അടുത്ത ടോപ്പിക്ക് വേറൊരു കാര്യം പറയുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. ക്ലിയർ? അടുത്തത്, ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാ കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഓണർക്ക് മനസ്സിലാവേണ്ട കുറെ കാര്യങ്ങളാണ് ഞാൻ ഇത് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നോ എന്താണ് SEOന്റെ പരിപാടി? ഒരു ക്ലാരിറ്റി വന്നോ? അല്ലെങ്കിൽ ഇതിൽ നടക്കുന്ന പരിപാടി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ മൂവ് ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങളുടെ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞ, നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇതിന്റെ ഒരു മിക്സ് ഉണ്ട്. ഈ മിക്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി, നിങ്ങൾക്ക് ഒരു മാസം നിങ്ങളുടെ 1 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. 1 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10,000 രൂപ SEOയിൽ മുടക്കിക്കോ. ദാറ്റ് ഇസ് ഗുഡ്. ക്ലിയർ ആയോ? പക്ഷെ എപ്പോഴും നിങ്ങളുടെ ബഡ്ജറ്റിന്റെ ഒരു 75% നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് ലീഡ് ജനറേഷൻ ആയിരിക്കണം. ഹൈ ക്വാളിറ്റി ലീഡ് ജനറേഷൻ. കാരണം ലീഡ് ഇല്ലെങ്കിൽ, എൻക്വയറി ഇല്ലെങ്കിൽ, ബിസിനസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഒരു 10% നിങ്ങൾ SEOയിൽ സ്പെൻഡ് ചെയ്തോളൂ. നല്ല ആൾക്കാരൊക്കെ ആയിട്ട് കൊടുത്തു, അതിന് നല്ലതാണത്. കാരണം അതിൽ നിന്നൊരു കൺവേർഷൻ. SEO നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. SEOയിൽ നിങ്ങൾ ഒരു ചെറിയ ബഡ്ജറ്റ് ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നോട് ആരോ ചോദിച്ചു, ഒരു സീസൺ അല്ലാത്ത സമയത്ത് നമുക്കിത് ചെയ്യും. നിങ്ങൾക്ക് സീസൺ അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ SEOയിൽ റാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുക ചെറിയ ബഡ്ജറ്റിൽ. SEO ചെയ്ത് ആ കീവേഡും കാര്യങ്ങളും. അപ്പൊ സീസൺ ആകുമ്പോൾ നിങ്ങൾക്ക്, കാരണം SEOന്റെ പ്രത്യേകത ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് വരുന്നതല്ല SEO. ക്ലിയർ ആയോ? അപ്പൊ അത് ചെയ്ത് നിങ്ങൾ എല്ലാ കീവേഡിനും റാങ്ക് ചെയ്ത് വെക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ സീസൺ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ MBA സ്റ്റഡി MBA ഇൻ കേരള എന്ന് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈയിലായിരിക്കും ഏറ്റവും കൂടുതൽ സെർച്ച് എടുക്കുക. ചിലപ്പോൾ നവംബർ ഡിസംബറിൽ ആരും സെർച്ച് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ആ റാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷെ ആ സീസൺ ആകുമ്പോൾ ആൾക്കാർ കൂടുതൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ റാങ്ക് അപ്പോഴും ഫസ്റ്റ് വരും. നമുക്ക് ഒരുപാട് വിസിറ്റർ കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് എൻക്വയറി കിട്ടും. അതാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് ഇതിലിട്ടിട്ട് പോകരുത്. ചെറിയ ബഡ്ജറ്റ്, ഈവൻ സോഷ്യൽ മീഡിയയിലായാലും ശരി, ചെറിയ ബഡ്ജറ്റ് ഇട്ട് വെക്കുക. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നിങ്ങൾക്ക് ഡൗട്ടുകളൊന്നും ഇല്ലേ? ക്ലിയർ ആണോ? കോൺസെപ്റ്റുകൾ ക്ലിയർ ആവുണ്ടോ? വേർ വി ക്യാൻ ഫൈൻഡ് സ്യൂട്ടബിൾ SEO വേർഡ്സ്. SEO വേർഡ്സ് എന്ന് പറയുന്നത് കീവേഡ്സ് അല്ലെ? കീവേഡുകൾ നമുക്ക് കണ്ടെത്തേണ്ട ഗൂഗിളിന്റെ തന്നെ ഒരു ടൂള് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഗൂഗിളിന്റെ തന്നെ ടൂളാണ്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഫ്രീ കീവേഡ് ടൂൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സൈറ്റ് ടൂളുകൾ കിട്ടും. ആ ടൂളുകൾ നിങ്ങൾ ഒരു ടേം കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കീവേഡുകളും കാണിക്കും. ഓക്കെ. പക്ഷെ ഞാൻ ഇന്ന് അത് കാണിക്കാത്തതെന്ന് വെച്ചാൽ, നാളെ ആ ടൂൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ശരിക്കും കാണിക്കുന്നുണ്ട്. ഗൂഗിളിന്റെ തന്നെ ടൂളാണ്. ആ ഒരു ടേം കൊടുത്താൽ മതി, എത്ര കീവേഡ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നുള്ള ഓൾ കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദാറ്റ് കീവേഡ് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ നാളത്തെ ക്ലാസ്സിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിക്കോളും. നാളെയും നമ്മൾ ഗൂഗിൾ ആഡ്സ്, അതും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകളാണ്. കീവേഡും ഇതൊക്കെ പ്രധാനപ്പെട്ട സാധനം തന്നെയാണ് ഗൂഗിൾ ആഡ്സും. മാഡം ക്ലിയർ? ഓക്കെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതല്ല, അതായത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇൻഹൗസ് സെറ്റപ്പ് ആണോ നല്ലത്, ഒരു ഏജൻസി ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത്, ഒരു ഫ്രീലാൻസർ ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത്, നിങ്ങൾ തന്നെ പഠിച്ചിട്ട് ചെയ്യുന്നതാണോ നല്ലത്? ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ്.
ഓക്കെ. ഇൻ ഹൗസ് സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫുൾ കൺട്രോൾ ഉണ്ടാവും. നിങ്ങളുടെ ഇൻ ഹൗസ് സെറ്റപ്പിൽ ഫുൾ കൺട്രോൾ ഉണ്ടാവും. നിങ്ങളുടെ ഫുൾ ടീം നിങ്ങളുടെ ഒരൊറ്റ ഗോളിന് വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യണേ. വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടാവും. ഓക്കെ, ഇത് എപ്പോഴാണ് ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിന്റെ ഒരു വേറൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് ആണ്. കാരണം ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, അതുപോലെ ഇത് എങ്ങനെ പറ്റുന്നത്, ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റാം, വലിയ ബഡ്ജറ്റോട് കൂടി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലേ, വെസ്റ്റ് ഫോർഡ് എന്ന് പറഞ്ഞ ദുബായിലെ, ഇവർക്ക് ഇൻഹൗസ് സെറ്റപ്പാണ്. കാരണം അവർക്ക് വെസ്റ്റ് ഫോർഡ് പോലെ തന്നെ 5-6 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമുള്ള അവർക്ക് പലതരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻഹൗസ് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഓൺഗോയിങ് വർക്കാണ്, അത് വെറുത്താണ്. ഇനി അപ്പൊ അതാണ് പറഞ്ഞത്, വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കാണ് അത് പറ്റുള്ളൂ. നിങ്ങളൊരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം അത് വെരി വെരി എക്സ്പെൻസീവ് ആണ്. അത് വേറൊരു ഗെയിമാണ് ഓൾ ടുഗദർ. അതാണ് ഇൻഹൗസ് സെറ്റപ്പ് എന്ന് പറഞ്ഞത്. വലിയ വലിയ ബ്രാൻഡുകൾക്ക്, വലിയ വലിയ കമ്പനികൾക്ക് ഇൻഹൗസും ഉണ്ടാവും, വലിയ വലിയ ഏജൻസികളായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇൻഹൗസിന് അതിൻ്റെതായ വേറൊരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ചില അത്ര ഹൈലി സ്കില്ലായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കിട്ടണമെന്നില്ല. അതൊക്കെ ഒരു ഏജൻസിയിലാണ് കിട്ടുക. ഓക്കെ, ഏജൻസി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആക്സസ് ടു ടീം ഓഫ് എക്സ്പേർട്സ്, പ്രൂവൺ സ്ട്രാറ്റജി, സ്കെയിലബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. ഒരു ഏജൻസി എന്ന് പറയുമ്പോൾ അവർ പല ക്ലയന്റുകളൊക്കെ ആയിട്ട് ചെയ്ത് അവർക്ക് എല്ലാം നമുക്ക് ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്യേണ്ട ഇതൊന്നും വരുന്നില്ല. നമ്മളൊരു ഏജൻസി ആയിട്ട് ചെയ്തു, നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് അവരായിട്ട് വർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് അവരായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അവർക്ക് എല്ലാ തരം, പക്ഷെ അത് നമ്മുടെ നീഷ് മാർക്കറ്റിലുള്ളത് മാത്രമുള്ള ഏജൻസി ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതേപോലത്തെ വേറെ സ്ഥാപനങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ, അവരുടെ റാങ്ക് എത്രയൊക്കെയാണ്, അവരുടെ കീവേഡ് എന്തൊക്കെയാണ് റാങ്ക് ചെയ്തേക്കണേ, അവരുടെ സെർച്ച് കൺസോൾ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിച്ച് അങ്ങനത്തെ ഒരു ഏജൻസി ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏജൻസി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇത്തരം വരില്ല. ഏജൻസിയും എക്സ്പെൻസീവ് ആണ് ബേസിക്കലി. അതൊരു മീഡിയം ടു ലാർജ് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഏജൻസി നമ്മൾ സെറ്റപ്പ് ചെയ്യാം. ഇൻഹൗസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ടീം വിട്ട് പോവാം, പോയി കഴിയുമ്പോൾ പുതിയ ആൾക്കാരെ ഹയർ ചെയ്യണം, അങ്ങനെ നമുക്ക് ഒരുപാട് ഇതുണ്ടാവും. പക്ഷെ നമ്മളത് ഒരു ഇൻഹൗസ് സെറ്റപ്പ് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട, ഒരു ഏജൻസിയാണ് കുറച്ചും കൂടി ആപ്റ്റാണ്. കാരണം നിങ്ങൾക്ക് തലവേദനയിൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്തോളും. പക്ഷെ അത് റൈറ്റ് ഏജൻസി ആയിരിക്കണം. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. 1-2 മീറ്റിംഗ് ഒക്കെ അവരായിട്ട് നടത്തിയതിന് ശേഷം വേണം കൊടുക്കേണ്ട ഒരു പ്ലാൻ വേണം. അതിൽ SEOക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാൻ ആണ് എന്ത്, ഇനീഷ്യൽ കീവേഡ്, ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട്. അവിടെയാണ് നിങ്ങൾ സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്കഷൻ നടത്തണം. ഏതൊക്കെ കീവേഡ് ആണ്, അപ്പൊ അവർ കുറച്ച് കീവേഡ് പറയും, നിങ്ങൾ കുറച്ച് കീവേഡ് പറയും. ഇതൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ 1-2 മീറ്റിങ്ങിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു കീവേഡ് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദീസ് ആർ മൈ കീവേഡ്സ്. അത് നിങ്ങൾ ആദ്യം ഫൈനലൈസ് ചെയ്യുക. അതിനുശേഷമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് എടുക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പൊ അതാണ് ഏജൻസിയും ഇൻഹൗസും തമ്മിലുള്ള ഗുണം. അപ്പൊ നിങ്ങളാണ് ആലോചിക്കേണ്ടത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, നിങ്ങളുടെ വിഷൻ എന്താണ്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാർട്ടി ഏതാണ്, ഇൻഹൗസ് ആണോ അല്ലെങ്കിൽ ഏജൻസി ആണോ എന്നുള്ളത്. ഇൻഹൗസ് വെരി വെരി എക്സ്പെൻസീവ് ആണ്. ലാർജ്, അത് ഏജൻസി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മാനേജബിൾ ആണ്. അടുത്തതാണ് ഫ്രീലാൻസർ. ഫ്രീലാൻസർ എന്ന് പറയുന്നത് കുറച്ചും കൂടി കാശ് കുറവിന് കിട്ടുന്നതാണ്. എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫ്രീലാൻസർമാരെ കണ്ടെത്തുന്നതിൽ കുറച്ചും കൂടി ആപ്റ്റാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. കാരണം അങ്ങനെ ചില ഫ്രീലാൻസർമാർ ഈ മേഖല നല്ല സ്കില്ലുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരുമായി അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല സ്കില്ലുണ്ടാവും. ഇനിയും ഒരു വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഫ്രീലാൻസർക്ക് കൊടുക്കരുത്. കാരണം അവൻ ഇന്നലെ നാളെ ഇട്ടിട്ട് പോകും. അത് നിങ്ങൾ അത്യാവശ്യം ഒരു മീഡിയം കമ്പനിക്കെങ്കിലും കൊടുക്കുക വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ. കാരണം അതിലെപ്പോഴും മോഡിഫിക്കേഷൻസ്, കറക്ഷൻസ്, ചേഞ്ചസ് ഒക്കെ വരേണ്ടതാണ്. അപ്പൊ നമ്മൾ സാധാരണ ഇവിടെ ഞാൻ ഒരുപാട് ആൾക്കാർ എന്തെങ്കിലും ഫ്രീലാൻസർമാർക്ക് കൊടുക്കും, കുറച്ച് കഴിയുമ്പോൾ അവൻ ഇട്ടിട്ട് പോകും, അവൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല, സൈറ്റ് ഡൗണും കാര്യങ്ങൾ പോകും.
വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾ അത്യാവശ്യം ഒരു മീഡിയം ഏജൻസിക്ക് ആയിരിക്കണം വെബ്സൈറ്റുകൾ നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ കറക്ഷൻസ് ഉണ്ടാവും, ചേഞ്ചസ്. അപ്പോൾ ഒരു പാർട്ടി വേണം അവിടെ. അവർ പോയാലും വേറെ ആൾക്കാരൊക്കെ എടുക്കും. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാനറിൽ ഡിസൈൻ ചെയ്യുക, വീഡിയോ എഡിറ്റിംഗ് ചെയ്യുക, കണ്ടന്റ് റൈറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ളവരൊക്കെ ഫ്രീലാൻസർമാർ കറക്റ്റാണ്. കാരണം വലിയ എക്സ്പെൻസീവ് നിങ്ങൾക്ക് അത്യാവശ്യം ഹൈ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. ഇനി അത് അവർ പോയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു വീഡിയോ ബാനർ ഉണ്ടാക്കി തന്നെ അപ്പോൾ വേറെ ബാനർ കണ്ടെത്താൻ നമ്മളെ ബാധിക്കുന്നില്ല. ഇപ്പം ഞാൻ തന്നെ നമ്മുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് പലതരം ബാനറുകൾ ഞാൻ ഇട്ടായിരുന്നു. ഞാനൊരു 5-6 ഫ്രീ, എൻ്റെ ഓഫീസിലൊരു ഡിസൈനർ ഉണ്ടെങ്കിലും ഞാൻ ഓഫീസിലെ ഡിസൈനർ ഡിസൈൻ ചെയ്യാൻ ഹാപ്പി അല്ല. കാരണം പുള്ളിക്ക് അതിന് മാത്രം എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ അതിനൊരു 5-6 ഫ്രീലാൻസർമാരായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് അതിന് മാത്രം ഞാൻ പല ആൾക്കാരായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നല്ല നല്ല അടിപൊളി കോൺസെപ്റ്റുകളുള്ള ബാനറുകൾ കാര്യങ്ങളും കിട്ടും. പലതരത്തിലുള്ള അങ്ങനത്തെ പലതരം സർവീസുകൾ കൊടുക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ സെർവറും വെബ്സൈറ്റും CRM ഒക്കെ നമ്മളൊരു നല്ലൊരു ഏജൻസി ആയിട്ടുണ്ട്. കാരണം നമുക്ക് എന്തും സപ്പോർട്ടും സർവീസും വേണ്ടതാണ്. അപ്പം അത് നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റിലൂടെ മൂവ് ചെയ്ത കാര്യമുള്ളൂ. അപ്പോൾ ഫ്രീലാൻസർമാരും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. സ്മോൾ ഇൻഡസ്ട്രി ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാം. ഇനി ഡു ഇറ്റ് യുവർ സെൽഫ് ഉണ്ട്. ഇത് ഞാൻ ഈ എൻ്റെ അടുത്ത് ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണർമാരുണ്ട്, എൻ്റെ അടുത്ത് വന്ന് ഫുൾ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. പഠിക്കാല അവരത് ഡെപ്തായിട്ട് പഠിച്ചതുണ്ട്. വളരെ പ്രൊഫഷണലായിട്ട് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞുമ്പോൾ അവർക്ക് അതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണ് 95% ആൾക്കാരെ ഞാൻ കണ്ടത്. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഡു ഇറ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് അതിന് മാത്രം ടൈം ഉണ്ട്, എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. കാരണം അതിൻ്റെ അത്ര അൾട്ടിമേറ്റ് ഒന്നുമില്ല. കാരണം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, എൻ്റെ ഇന്ന ആഡ് വർക്ക് ചെയ്യണം, ബഡ്ജറ്റ് കൂട്ടാൻ കുറയ്ക്കാൻ, നിങ്ങൾക്ക് അപ്പം തന്നെ ആക്ഷൻസ് എടുത്ത് പോവാം. ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ലെവൽ വിട്ട് പോകാനും വളരാനും നിങ്ങൾക്ക് അതിനുള്ള ഒരു പാഷൻ ഉണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജി പെർഫെക്റ്റ് ആണ്. കാരണം നിങ്ങളാണ് അതിനെ കൺട്രോൾ ചെയ്യണത്. അല്ലെങ്കിൽ മറ്റൊരാൾ പറയണം, ഇത്രയും ചെയ്ത് എൻ്റെ ആഡ് കൂടും, എൻക്വയറി കൂടും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ബഡ്ജറ്റ് ഇടാം, ഇന്ന ആഡൊക്കെയാണ് വർക്ക് ചെയ്യണേ, ഇന്ന SEO കോൺസെപ്റ്റ് ആണ് വർക്ക് ചെയ്യണേ, എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാം. അതിന് കുറച്ച് എഫേർട്ട് ഇടണം, കുറച്ച് നിങ്ങൾക്ക് താല്പര്യം വേണം. ശരിക്കും അതിൻ്റെ പുറകെ നിൽക്കാൻ ഇന്നത്തെ സ്ട്രാറ്റജി ആയിരിക്കില്ല 5 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ. കാരണം ഈ ടൂളിൽ ഒരുപാട് മാറ്റങ്ങൾ എവറി ഡേ വരുന്നതാണ്. ഓൾമോസ്റ്റ് എവറി ഡേ. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും പഠിക്കാൻ പോയതായാലും അതിന് മാത്രം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ നിങ്ങൾ എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടി സെഷൻ, അതിനുവേണ്ടി ഞാൻ സ്പെഷ്യലി പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം നിങ്ങളുടെ ഓഡിയൻസ് വേറെയാണ്. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരേണ്ട കാര്യങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും വേറെയാണ്. നിങ്ങളെ ഞാൻ കോംപ്ലിക്കേറ്റ് ആക്കണില്ല. നിങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട്. കാരണം നിങ്ങൾ പലവരായിട്ടും വർക്ക് ചെയ്യാൻ പോണതാ. പ്ലസ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയുകയും ചെയ്യണം. ഇതാണ് എൻ്റെ ഒരു അജണ്ട. അപ്പൊ ഞാൻ അതിന് ഒരുപാട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി പഠിക്കുകയാണ്. ക്ലിയർ? അപ്പൊ അത് അത്ര പഠിച്ച് എഫേർട്ട് ഇട്ടാലാണ് കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കാന്ന് അത്ര എളുപ്പമൊന്നുമല്ല. നിങ്ങൾ ഡൗട്ടുകൾ ചെയ്താൽ മാത്രം പ്രിപ്പയർ ചെയ്യണത്. ഇപ്പൊ എനിക്കതിൽ ഇത്ര ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കേസ് സ്റ്റഡി വെച്ച് റിയൽ കാര്യങ്ങൾ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതാണ് ശരി, ഇതാണ് തെറ്റ്. കാരണം നമ്മൾ എല്ലാ മേഖലയിലൂടെ യാത്ര ചെയ്തുകൊണ്ടാണ് പറ്റുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്കത് പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഡു ഇറ്റ് യുവർ സെൽഫ് അൾട്ടിമേറ്റ് ആണ്. ക്ലിയർ ആയോ? അത്യാവശ്യം ഒരു ക്ലാരിറ്റി കിട്ടിയോ? അപ്പൊ ഇതിന്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എന്താണ് ചോദ്യം? ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ തുടക്കം പറഞ്ഞത്, നിങ്ങൾക്ക് ഏജൻസി വേണോ, അല്ലെങ്കിൽ ഫ്രീലാൻസർ വേണോ, ഇൻ ഹൗസ് വേണോ, അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയോ? ഞാൻ ആ ഗ്രൂപ്പിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വരും. ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നുള്ളത്. നിങ്ങൊരു ക്ലാരിറ്റി ഉണ്ടായാലാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ.
അപ്പോൾ ഫോർ മോസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫഷണൽ ഏജൻസി വിത്ത് എക്സ്പീരിയൻസ് ഇൻ എഡ്യൂക്കേഷൻ നിഷ് മാർക്ക് സ്ട്രൈക്ക് ദ ബെസ്റ്റ് ബാലൻസ് എക്സ്പീരിയൻസ് റിസോഴ്സ്. ആ മേഖലയിലുള്ളവരോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊജക്ടുകൾ ചെയ്തവരായിട്ട് ചെയ്യാം. സ്മോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് ലിമിറ്റഡ് ബഡ്ജറ്റ്സ് മേ ബെനിഫിറ്റ് സ്കിൽഡ് ഫ്രീലാൻസ്. ഈ ലിമിറ്റഡ് ബഡ്ജറ്റ് എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ തുടക്കം പറഞ്ഞു ബഡ്ജറ്റ് എന്നില്ല എന്ന്. നിങ്ങളുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പറയാം. അതാണ് ബഡ്ജറ്റ് ഇല്ല എന്ന് പറയുന്നത്. ഇത് ഞാൻ നാളത്തെ ക്ലാസ്സിൽ പറയാനിരുന്നാൽ കുഴപ്പമില്ല. ഞാനൊരു കോൺസെപ്റ്റ് പറയാം. നിങ്ങളുടെ അപ്രോച്ച് എന്ന് പറയുന്നത്, എൻ്റെ അപ്രോച്ച് എങ്ങനെയാണ്? നിങ്ങളുടെ അപ്രോച്ച് എന്ന് പറയുന്നത്, എനിക്ക് ഈ ഒരു സീസണിൽ 100 അഡ്മിഷൻ എടുക്കണം, ഇതാണ് എൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഞാൻ എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടി ഇതുപോലത്തെ ഒരു വർക്ക്ഷോപ്പ് ആദ്യമായിട്ടാണ് അനൗൺസ് ചെയ്തത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് എടുക്കണം എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ട്. മറ്റേത് ഞാൻ ഒരു വെബിനാർ എടുക്കാറുണ്ട്, പക്ഷെ ഒരു ക്ലാസ് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മൊഡ്യൂളുകൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റിക്വയർമെന്റുകൾ പഠിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ പല എഡ്യൂക്കേഷൻ കസ്റ്റമറുടെ അടുത്ത് ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾ എന്താ നോക്കണേ, അവരിൽ നിന്നാണ് ഞാൻ ഇൻപുട്ടുകൾ എടുത്തെടുത്തിട്ടാണ് ഞാൻ ഈ സിലബസ് തന്നെ സെറ്റ് ചെയ്ത്, ഇതാണ് അവർ നോക്കുന്നത്, ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ 99% ഞങ്ങൾക്ക് വേണ്ടത് എൻക്വയറി ബിസിനസ് ആണ്. അവർ അവസാനം അതാ പറയുന്നില്ല. അവിടെ ഞാൻ കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ അവർക്ക് ചിലർ കൺഫ്യൂഷൻ, ഏജൻസി വേണോ ഇത് വേണോ, ചിലവർ പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യണേ, അല്ലെങ്കിൽ ഏതാണ് ഇതിന്റെ റൈറ്റ് അപ്രോച്ച്, ഇതൊന്നും ആർക്കും അറിയില്ല. അവർ എന്തൊക്കെ ചെയ്തിട്ട് പോണു, ഇതെങ്ങനെ കണ്ടു. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ടോപ്പിക്കുകൾ ചൂസ് ചെയ്തത്. ഞാൻ ഈ ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ടാണ് ഈ വർക്ക്ഷോപ്പ് അനൗൺസ് ചെയ്തത്. അപ്പൊ ഞാനൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി. ഞാൻ അടുത്ത വർക്ക്ഷോപ്പ് എൻ്റെ ബാനർ ഞാൻ ഗ്രൂപ്പിലിടും, നിങ്ങൾ കാണും. ഇപ്പോൾ റേറ്റിന്റെ ഡബിൾ റേറ്റിൽ വേറൊരു ഇതന്നെ ടോപ്പിക് തന്നെ ഞാൻ ചെയ്യണേ, പക്ഷെ വേറെ ഡബിൾ റേറ്റിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ഇതിന്റെ ഒരു ടെക്നിക്ക് പിടുത്തം കിട്ടി. എനിക്കിത് ആദ്യമായിട്ട് ചെയ്യണോണ്ട് എനിക്ക് ടെക്നിക്ക് പിടുത്തം കിട്ടി. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്, ഇങ്ങനെയാണ് ഇതിൽ എൻക്വയറി വരുന്നത്, ഇതൊക്കെയാണ് ഇതിന്റെ ആവശ്യക്കാര്. നിങ്ങളായാലും അതാണ് ചെറിയ രീതിയിൽ എക്സ്പീരിമെന്റ് ചെയ്യുക. അതാണ് ഇത് ഡിജിറ്റലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതാണ് നമുക്കൊരു സാധനം ഒന്ന് ടെസ്റ്റ് നടത്താം, അപ്പൊ ഇതിന് ചെറിയ റിസൾട്ടുകൾ വരും, വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യാം, വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യാം, വീണ്ടും കൊണ്ട് ഒപ്റ്റിമൈസ് അടുത്തടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം. അതാണ് ഡിജിറ്റലിന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പൊ നിങ്ങൾ എന്തുണ്ടെങ്കിലും എക്സ്പീരിമെന്റുകൾ നടത്താം, ചെറുതായിട്ടായാലും ചെറിയ രീതിയിൽ നടത്താം, അതിന്റെ റിസൾട്ട് നോക്കുക, അത് അനലൈസ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, എന്നിട്ട് അടുത്തടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ചെറിയൊരു ഐഡിയ കിട്ടിയോ മൊത്തത്തില്? ചെറിയ ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കാം. എനി ഡൗട്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ വേറെ എസ്യുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ടേമുകൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയണം, നിങ്ങൾക്ക് ചോദിക്കാം പ്ലീസ്. നിങ്ങൾ ചില ഫോർ എക്സാമ്പിൾ പറഞ്ഞ കീവേഡ് ടൂളിനെ കുറിച്ച് 1-2 പേര് ചോദിച്ചു, നിങ്ങൾ ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ടൂൾ നാളെ പറയാം. അതുപോലെ എന്നോട് വേറൊരാൾ ചോദിച്ചു സെയിൽസ് ടീമിനെ കുറിച്ചിട്ടുള്ള, അത് ഞാൻ പറഞ്ഞു അതും ടോപ്പിക്കിലുണ്ട്, ലാസ്റ്റിലുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്തുണ്ട് അത് ചോദിക്കാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇന്നതിനെ കുറിച്ച് അറിയണം ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നല്ലെങ്കിൽ അതിൽ പല അടുത്ത ടോപ്പിക്കുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാം. ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം നിങ്ങളുടെ ചോദ്യങ്ങളെ ആൻസറിൽ. ഞാൻ ചിലത് ഗ്രൂപ്പിലിട്ട് നമുക്ക് ഹെൽപ്പ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ പെയ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ വേറെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും പുതിയ ഇൻഫോർമേഷൻസ് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് പോകും. നിങ്ങളായാലും നല്ല നല്ല കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുക. വാട്സപ്പ് മാർക്കറ്റിംഗ്, ശരിക്കും വാട്സപ്പ് മാർക്കറ്റിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വാട്സപ്പ് മാർക്കറ്റിംഗ് ഞാൻ എൻ്റെ വലിയ കോഴ്സിൽ വളരെ ഡീപ്ലി പഠിപ്പിക്കുന്നതാണ്. വാട്ടിയൊക്കെ വെച്ച്, അല്ലെങ്കിൽ അതിലുള്ള ലേബലിംഗ് തൊട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വാട്സപ്പ് മാർക്കറ്റിംഗ്. മിക്കവരും ചെയ്യുന്നില്ല, ആരും കൃത്യമായിട്ട് ലേബലിംഗ് ചെയ്യുന്നില്ല, ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യണില്ല. മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ചെയ്യുന്നില്ല, അക്കാഡമിക് കൗൺസിലർമാരും ചെയ്യുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ ടോപ്പിക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടില്ല, കാരണം അതൊരു ദിവസത്തെ ടോപ്പിക് ഉണ്ട് ശരിക്കും.
എൻ്റെ മെയിൻ കോഴ്സിന് ആ സാധനം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കുഞ്ഞു രീതിയിൽ എനിക്കതിന് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ പാറ്റേണിൽ എനിക്കതിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. എന്നാലും ഞാൻ അറ്റ് ദ എൻഡിൽ ഈ CRM-മായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഞാൻ ആ വാട്സപ്പിലെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. അതും കൂടി ഞാൻ അതിൽ കവർ ചെയ്യാം. ലാസ്റ്റ് CRM സെയിൽസ് ടീം മാനേജ്മെന്റിൽ ഞാൻ വാട്സപ്പിന്റെ കുറച്ച് കാര്യങ്ങളോടും ഇൻക്ലൂഡ് ചെയ്യാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് വാട്സപ്പ്. കുറെ ഉണ്ട്, എല്ലാം കൂടി നമുക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അടുത്തൊരു ലെവലിൽ ഞാൻ ക്ലാസ്സുകളും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്ന് കൊണ്ടുവരാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തോളാം. ഓക്കെ. അബ്ബാസ ചോദിച്ചോളൂ. സർ മറ്റേ ഇതുമായി ബന്ധപ്പെട്ട് വന്നതായിട്ട് ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. സമയം മറ്റ് ഈ വിഷയങ്ങളിൽ പറ്റുമോന്ന് അറിയില്ല. എങ്കിലും സാർ ഇപ്പൊ പറഞ്ഞ ഗൂഗിൾ ആഡ്സിനെ കുറിച്ചുള്ള ഒരു ഏകദേശം നല്ലൊരു പിക്ചറാണ് എനിക്ക് കിട്ടിയത്. ഓൾസോ ഞാൻ വേറൊരു കാര്യം കൂടി, നമ്മൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണെന്നാണ് പറയപ്പെടുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും യൂത്ത് എൻഗേജ്മെന്റ്സും ഏറ്റവും കൂടുതൽ അവിടെയാണ് വരുന്നത്. അപ്പോ എന്നോട് പലരും പറഞ്ഞിട്ടുള്ള മറ്റൊരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, സർ ഞങ്ങൾക്ക് ഇത്ര രൂപ വന്നാൽ ഞങ്ങൾ ഇത്ര ഫോളോവേഴ്സിന് തരാം, അതില് സാർക്ക് ആവശ്യമുള്ള ഓഡിയൻസ് ഉണ്ടാവും, അപ്പോൾ അതിലൂടെ കൂടുതൽ പേരിലേക്ക് റീച്ച് ചെയ്യാനും നമ്മുടെ കൂടുതൽ പേരിലേക്ക് ബ്രാൻഡ് ചെയ്യാനും പറ്റും പറഞ്ഞിട്ട് കട്ടായി പോയ ലോകോട്ടായില്ല. അബ്ബാസിന്റെ ചോദ്യം ക്ലിയർ ആയി. ഹലോ, അബ്ബാസ് കേക്കട്ടോ? ഹലോ, അബ്ബാസ് സർ പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കുന്നുണ്ട്, ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയി. ഇല്ല, കുഴപ്പമില്ല, മനസ്സിലായി. അതായത് ഏറ്റവും വലിയ സ്പാമാണത്. ഓക്കെ, പൈസ കൊടുത്ത് ഫോളോവർ വാങ്ങുന്നത് ഏറ്റവും വലിയ സ്പാം. അതുകൊണ്ട് 1 രൂപയുടെ ഗുണം പോയിട്ട് നിങ്ങൾക്ക് ഒന്നുമില്ല, നഷ്ടം മാത്രമാണ്. 1% ഗുണമില്ല, 1%. അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കവർ ചെയ്യും, എങ്ങനെ എൻഗേജ്മെന്റ് കൂട്ടാമെന്നുള്ളത്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. 10 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, 10 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടാൽ, എല്ലാ വീഡിയോന്റെ കേസല്ല പറഞ്ഞ, ചില വീഡിയോയിൽ 1000 വ്യൂസ് കിട്ടുള്ളൂ. ഓക്കെ, 100 സബ്സ്ക്രൈബർ ഉള്ള ചാനലിൽ ചില വീഡിയോസിന് 5 ലക്ഷം വ്യൂസ് കിട്ടും. എന്താന്ന് മനസ്സിലാക്കിയത്? നമ്മുടെ കണ്ടന്റിനെയാണ് അത്. കണ്ടന്റ് ഈസ് കിങ്, സബ്സ്ക്രൈബർ അല്ല, ഫോളോവർ അല്ല. അബ്ബാസ് ഇന്ന് വളരെ റിസർച്ച് നടത്തി ബ്യൂട്ടിഫുൾ ആയി എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഇട്ട് നോക്കി, അത് ഏത് ലെവലിൽ പോകും. അതുകൊണ്ട് പറഞ്ഞ 1 രൂപ മുടക്കി നിങ്ങൾ ഇങ്ങനത്തെ ഇതെല്ലാം സ്പാം. നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്വാളിറ്റിയുടെ പുറകെ പോവാ. ബാക്കിയൊക്കെ നിങ്ങൾ ഇങ്ങനെ കാണിച്ച് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഡൗൺ ആയി പോകും. നിങ്ങൾ ഹൈ ക്വാളിറ്റി സാധനം കൊടുക്കുക, ഹൈ ക്വാളിറ്റി റിസൾട്ട് ഉണ്ടാവും. ബാക്കി ഇതിലുള്ള സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ കുറെ തട്ടിപ്പുകളുണ്ട്. ക്ലിയർ? ഞാൻ അതിൽ ക്ലാസ് എടുത്ത് ഞാനിപ്പോ ക്ലാസ് എടുക്കണം. എൻ്റെ ഒരു ഒറ്റ ലക്ഷ്യം, നമ്മളെ എക്സ്പെക്ട് ചെയ്ത് പ്രതീക്ഷ വന്നവരെ ഞാൻ 100%, 1000% ഹാപ്പി ആക്കി. ഇതാണ് എൻ്റെ അജണ്ട. ഞാൻ അതിൽ വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നേരത്തെ ഗ്രൂപ്പ് ഇട്ട് നിങ്ങൾ ചോദിക്കുക, ഡൗട്ടായിട്ട് പോരാ, അത് ചെയ്യുക, ഇത് ചെയ്യുക. ഞാൻ നല്ല രീതിയിൽ PPT ഉണ്ടാക്കണം, പ്രസന്റ് പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങൾ
എനിക്കൊരൊറ്റ അജണ്ട ഉള്ളൂ, ഞാൻ നിങ്ങളെ ഹാപ്പി ആയി കഴിഞ്ഞ് ഇന്നലെ നാളെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരികയും നിങ്ങളിലൂടെ എനിക്ക് പലരും എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യും. ഇപ്പൊ ഇതിൽ തന്നെയുള്ള ഒരു സാറുണ്ട്, ആരുടെ പേര് എനിക്കറിയില്ല, ഷുഹൈബ് സാറ്. എൻ്റെ ഏതോ പഴയ സ്റ്റുഡൻ്റ് ആണ്, ആളെ റെക്കമെൻഡ് ചെയ്ത ആ സ്റ്റുഡൻറ്റിനെ വരെ ഞാൻ മറന്നുപോയി. ആൾ എന്നെ മെസ്സേജ് ഇട്ടു, ഞാൻ ഇന്ന ബാച്ചിൽ ഇന്ന വർഷം പഠിച്ചതാണ്, എനിക്ക് ഓർമ്മയില്ല ആള് സത്യത്തില്. 4-5 വർഷം പഠിച്ച ഷുഹൈബ് സാർ, അങ്ങനെയല്ലേ? ശരിയല്ലേ? അതിലിരിക്കുന്നതാണത്. അപ്പൊ ഞാൻ പറഞ്ഞ അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഹൈ ക്വാളിറ്റി കൊടുക്കുക, നിങ്ങൾ ചെയ്യുന്നതായാലും ക്വാളിറ്റി കൊടുക്കുക. ഇനി ഞാൻ ആ അക്കാഡമിക് കൗൺസിലിങ്ങിന്റെ പറയാനിരിക്കുന്ന കാര്യമാണ്. ഞാനിപ്പോ നമ്മുടെ ടീമിന്റെ അടുത്തായാലും കൗൺസിലേഴ്സിന്റെ അടുത്തൊക്കെ പറയും, ഞാൻ അന്ന് പറയാനിരുന്നതാണ്, ഇപ്പൊ ഒരു കുട്ടീനെ പോലും മിസ്ഗൈഡ് ചെയ്യാണ്ടിരിക്കുക. അതാണ് ഞാൻ പറയണത്. നിങ്ങളുടെ കോഴ്സ് നല്ലതാണോ, നിങ്ങളുടെ കോഴ്സിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണോ, നിങ്ങളുടെ ട്രെയിനിങ് നല്ലതാണോ, അങ്ങനെയുള്ളവരാണ് നമ്പർ 1 ആക്കുന്ന എപ്പോഴും പറയണേ. ഒരു കുട്ടീനെ പോലും മിസ്ഗൈഡ് ചെയ്യാണ്ടിരിക്കുക. ആ കുട്ടീനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചിലപ്പോൾ ഈ കുട്ടി പഠിച്ചിട്ട് ഗുണമില്ല. നിങ്ങൾ ആ കുട്ടിയുടെ അടുത്ത് പറയുന്നത്, ഇത് പഠിച്ച് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാൻ എൻ്റെ അടുത്ത് പലയിടത്തും വരെ പറയണം, നിങ്ങൾക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. ഒരു കുട്ടീനെ പോലും മിസ്ഗൈഡ് ചെയ്യാണ്ടിരിക്കുക. പറയുന്നത് 10 കാര്യം പറഞ്ഞ് 11 കാര്യം കൊടുക്കുക. ഇതിങ്ങനെയൊക്കെ അതുകൊണ്ടേ പറഞ്ഞു, നിങ്ങൾ ക്വാളിറ്റിയുടെ പുറകെ പോവാ. നിങ്ങളിപ്പോൾ അബ്ബാസിനോട് ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഹൈ ക്വാളിറ്റി കണ്ടന്റ് എങ്ങനെ ഡെവലപ്പ്, നിങ്ങൾ ചിന്തിക്കുക, അതൊരു ദിവസം കൊണ്ട് കിട്ടില്ല. പലതും ഡെവലപ്പ് ചെയ്തിട്ടാണ് ആ ഘട്ടത്തിലേക്ക് എത്തണേ. എഫർട്ട് ഇട്ടാൽ കാര്യം, ഒരു ഷോർട്ട് കട്ടിലും കാര്യമില്ല. ശരിക്കും എഫർട്ട് ഇട്ടാലാണ് റിസൾട്ട് ഉണ്ടാവും. വീഡിയോ ഉണ്ടാക്കാനായാലും ശരി, പല റിസർച്ചുകൾ നടത്താം, ടോപ്പിക്കുകൾ നടത്താം. കാരണം അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് കണ്ടന്റ് ആണ് ക്ലിക്ക് ആവണേന്ന് കിട്ടുക. നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ കവർ ചെയ്യും കേട്ടോ. സോഷ്യൽ മീഡിയ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും? താങ്ക് യു സർ. ഈ SEOന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? എല്ലാവർക്കും SEO കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ SEO, അപ്പൊ ഇത് എല്ലാനും വേണം, എല്ലാ കാര്യവും വേണം കേട്ടോ, എന്നാലാണ് നിങ്ങൾ വിജയിക്കും. ഓക്കെ, എല്ലാ കാര്യം കൂടി കണക്ട് ചെയ്യാന്നുള്ളതാണ് മിടുക്ക്. ഇപ്പൊ റീലുകളുണ്ട്, ആൾക്കാരൊക്കെ റീലിന്റെ പുറകെയാണ്. റീലൊക്കെ നല്ല, റീലിന്റെ വലിയൊരു കേസ് സ്റ്റഡി നിങ്ങളെ കാണിച്ചു തരാം. എഡ്യൂക്കേഷനിൽ കേരളത്തെ ഏറ്റവും വലിയ കേസ് സ്റ്റഡിയാണ് ഞാൻ നാളെ കാണിച്ചു തരാൻ പോണേ. നാളെയല്ല, നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. അപ്പൊ അതിന്റെ ഒരു മിക്സ് എന്താന്നുള്ളതും പല കാര്യങ്ങൾ എന്താന്നുള്ളതും ഞാൻ ആ സോഷ്യൽ മീഡിയ സെക്ഷൻ എടുക്കുമ്പോൾ അത് പറയാം. ആ ക്ലയന്റിന് ഞാൻ കുറെ സോഷ്യൽ മീഡിയ ചെയ്തതാ. നാളെ ഗൂഗിൾ ആഡ് എടുക്കുമ്പോൾ വേറെ പറയാം. ഗൂഗിൾ ആഡിന്റെ കഥകൾ കേട്ടാൽ നിങ്ങൾ ഓടിപ്പോവും. കാരണം ഗൂഗിൾ ആഡ് ഇസ് അൾട്ടിമേറ്റ്. SEO അൾട്ടിമേറ്റ് ആണ്, കുറച്ച് സമയം എടുക്കും. പക്ഷെ അതിൽ നിങ്ങൾ കൃത്യമായ എങ്ങനെയാണ് മൂവ് ചെയ്യണം എന്നുള്ള സ്റ്റെപ്പാണ് നിങ്ങൾക്ക് SEO പറഞ്ഞു തന്നെ. SEO അൾട്ടിമേറ്റ് ആണ്. നിങ്ങൾക്ക് ആ SEOന്റെ വാല്യൂ അറിയാഞ്ഞിട്ടാണ് ശരിക്കും അൾട്ടിമേറ്റ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് റൈറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അല്ലെങ്കിൽ നിങ്ങളൊരു SEO കാരനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആവില്ല, സമയം എടുക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു കോൺസെപ്റ്റ് കിട്ടണം, എങ്ങനെ മൂവ് ചെയ്യാം, ഏതൊക്കെയാണ് കീവേഡ്, എവിടെ പോയിട്ടാണത് ട്രാക്ക് ചെയ്യുക, എങ്ങനെ ഇത് ഇവാലുവേറ്റ് ചെയ്യുക, ഇതിന്റെ ROI എങ്ങനെയാണ്. ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം അതാണ്. അല്ലെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട ടേം എന്താണ്, ഇംപ്രഷൻ എന്താണ്, ക്ലിക്ക് എന്താണ്. അവർ പറയുമ്പോൾ നമുക്കത് മനസ്സിലായി, ഏതാണ് ക്ലിക്ക് ആണോ എന്നുള്ളത്, ഇംപ്രഷൻ ആണോ എന്നുള്ളത്, എൻക്വയറി. ഇതാണ് നിങ്ങൾ ആസ് എ ബിസിനസ് ഓണർ, അല്ലെങ്കിൽ ഒരു കോഴ്സ് സെല്ല് ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ കാര്യത്തിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്തത്. നാളെ ഞാൻ അടുത്ത ഗൂഗിൾ ആഡിന്റെ കാര്യത്തെ കുറിച്ചായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് എല്ലാവരും ഒന്നും കൂടി നോക്കാം. ഞാൻ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ തരാം, ഗ്രൂപ്പിലിടാം. റെക്കോർഡഡ് ക്ലാസ് ഗ്രൂപ്പിലിടാം. നിങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞ് നിങ്ങൾക്കായാലും പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാർക്കറ്റിൽ പലതും അറിയുന്നുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതല്ല ശരി. അത് അറിയണമെങ്കിൽ നമ്മൾ വേറെ പല കാര്യങ്ങളും മനസ്സിലാക്കാനും ചെറിയ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ റിസൾട്ടുകളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ സെഷൻ എല്ലാവരും എൻജോയ് ചെയ്തോ? എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം കേട്ടോ. ഗ്രൂപ്പിൽ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പേഴ്സണലി പറയാം കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും അടുത്ത ബാച്ച് ഞാൻ അനൗൺസ് ചെയ്യുന്നു, ഇന്നലെ ചെയ്യും. ചെയ്തു ഓൾറെഡി, ലൈവാണ്, ആഡ് ലൈവാണ്. അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ഞാൻ വലിയൊരു ലെവലിൽ നടത്താൻ പോകണം. അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ സോണിയ മാഡത്തിന്റെ വാട്സപ്പ് നമ്മൾ ലാസ്റ്റ് കുറച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സി യു ടുമാറോ. ഇതിൻ്റെ റെക്കോർഡ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടോളാം കേട്ടോ. താങ്ക് യു.